മോളെ, ഈ ശ്രീമംഗലം മനയിലേക്കുള്ള വഴി ഏതാ? സീതാമ്മ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി സൗമ്യമായി ചോദിച്ചു. ആ വിളി കേട്ട് കൃഷ്ണപ്രിയ പതുക്കെ തിരിഞ്ഞു നോക്കി. കടയിൽ നിന്ന് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി കവറിൽ നിറച്ച് തന്റെ പഴയ സൈക്കിളിനടുത്ത് നിൽക്കുകയായിരുന്നു കൃഷ്ണപ്രിയ. സൈക്കിളിന്റെ ഹാൻഡിലിൽ കവറുകൾ തൂക്കുന്നതിനിടയിൽ അവളുടെ മുടിയകൾ കാറ്റിൽ പാറി മുഖത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് പിറകിലായി ആ കറുത്ത ആഡംബരക്കാറിൽ ഇരുന്നു കൊണ്ട് സീതാമ്മ അത് ചോദിച്ചത്. പെട്ടെന്ന് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ കൃഷ്ണപ്രിയയുടെ നോട്ടം പതിച്ചത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരനിലേക്കാണ്. ആ ചെറുപ്പക്കാരനെ കണ്ടതും അവളുടെ കണ്ണുകൾ ഒന്ന് ആശ്ചര്യപ്പെട്ടുപോയി. അഭിമന്യു. അവന്റെ ആ രൂപം കണ്ടാൽ ഏതൊരു പെൺകുട്ടിയും ഒന്ന് നോക്കി നിന്നു പോകും. കറുത്ത ഷർട്ടിന്റെ കൈകൾ മുകളിലേക്ക് മടക്കി വെച്ചിരിക്കുന്നു. വെയിലത്ത് തിളങ്ങുന്ന അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞൊരു ഭാവമായിരുന്നു. വെട്ടിയൊതുക്കിയ താടിയും ജെല്ല് തേച്ച് മിനുക്കിയ കറുകറുത്ത മുടിയും അവന് വല്ലാത്തൊരാകർഷണം നൽകി. സ്റ്റിയറിംഗിൽ അമർന്നിരിക്കുന്ന അവന്റെ കൈകളിലെ താളം കണ്ടാൽ തന്നെ അറിയാം അവനൊരു ഗൗരവക്കാരനാണെന്ന്. അവൻ അപ്പോൾ കണ്ണാടിയിലൂടെ കൃഷ്ണപ്രിയയെ ഒന്ന് തുറിച്ചു നോക്കി. ശ്രീമംഗലത്തോ? അവിടെ ഇപ്പോൾ സന്ദർശകരെ ഒന്നും പ്രവേശിപ്പിക്കാറില്ലല്ലോ. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? കൃഷ്ണപ്രിയ ഒരു തന്റെ ഇടത്തോടെ ചോദിച്ചു. അഭിമന്യുവിന് അവളുടെ ആ ചോദ്യം ചെയ്യൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. വഴി ചോദിച്ചാൽ അത് പറഞ്ഞാ പോരെ, എന്തിനാ ഇത്ര വലിയ ചോദ്യം ചെയ്യൽ? അവൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. കൃഷ്ണപ്രിയ അപ്പോൾ ഒന്ന് പുരികം ചുളിച്ചു. വഴി പറഞ്ഞു തരാൻ സൗകര്യമില്ലെങ്കിൽ ഇയാൾ എന്തു ചെയ്യും? ഇത് നിങ്ങളുടെ സിറ്റിയല്ല മിസ്റ്റർ, ഇതേ ഞങ്ങളുടെ നാടാണ്. ഇവിടെ ആര് വരുന്നു പോകുന്നു എന്നൊക്കെ തിരക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. പ്രത്യേകിച്ചും ശ്രീമംഗലത്തേക്ക് ഒരാൾ വരുമ്പോൾ അത് ചോദിക്കുക തന്നെ വേണം, അവൾ പറഞ്ഞു. അതെന്താ, നീയാണോ ശ്രീമംഗലത്തെ തമ്പുരാട്ടി? അഭിമന്യു അപ്പോൾ ദേഷ്യത്തോടെ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മ അവന്റെ കയ്യിൽ തൊട്ട് തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അയ്യോ മോള് പിണങ്ങല്ലേ, ഇവൻ ഇവിടുത്തെ റോഡ് അത്ര ശീലമില്ലാത്തതുകൊണ്ടാ. കുറച്ചു നേരമായി മനയിലേക്കുള്ള വഴി തപ്പുന്നു. ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. ഞങ്ങൾ അവിടുത്തെ സാവിത്രി മുത്തശ്ശിയെ ഒന്ന് കാണാൻ വന്നതാ. കർണാടകയിൽ നിന്നാ. മുത്തശ്ശിക്ക് ഞങ്ങളെ അറിയാം. മുത്തശ്ശിയുടെ പേര് കേട്ടപ്പോൾ കൃഷ്ണപ്രിയയുടെ മുഖത്തെ ഗൗരവം അല്പം കുറഞ്ഞു. എങ്കിലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മുത്തശ്ശിക്ക് നിങ്ങളെ അറിയാമോ? മുത്തശ്ശി അങ്ങനെ ആരെയും കാണാറില്ലല്ലോ. ഇനി നിങ്ങൾ വല്ല ഇൻഷുറൻസ് ഏജന്റോ മറ്റോ ആണോ? അവൾ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. അഭിമന്യുവിന് അത് കേട്ട് ചിരി വന്നെങ്കിലും അവൻ അത് കടിച്ചു പിടിച്ചു. എന്റെ ദൈവമേ, ഒരു വഴി ചോദിച്ചതിനാണോ ഇവൾ ഇത്ര ചോദ്യം ചെയ്യുന്നത്? ഈ പെണ്ണിന് ഇതെന്തൊക്കെ അറിയണം? ഡി, ഞങ്ങൾ മനയിലെ മുത്തശ്ശിയെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ. ഇനി ഇതിൽ കൂടുതൽ എന്ത് സർട്ടിഫിക്കറ്റ് വേണം നിനക്ക്? അഭിമന്യു അവളോടൊരൽപ്പം കനത്തിൽ പറഞ്ഞു. കൃഷ്ണപ്രിയ അപ്പോൾ ഒന്ന് ആലോചിച്ചു. ശരി, വഴി പറഞ്ഞു തന്നാ നിങ്ങൾക്ക് ചിലപ്പോ തെറ്റും. ഇവിടെ കുറെ വളവുകളുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ കൂടെ വരാം. പക്ഷേ എന്റെ സൈക്കിൾ എന്ത് ചെയ്യും? അതിന് നിന്നെ ആര് കൂടെ വിളിച്ചു? വഴി പറഞ്ഞാ മതി, അഭിമന്യു തറപ്പിച്ചു പറഞ്ഞു. അഭി, നീ ഒന്നും മിണ്ടാതിരിക്കേ, അമ്മ അവനെ ശ്വാസിച്ചു. മോളെ, നീ കൂടെ വന്നാ വലിയ ഉപകാരമായിരിക്കും. സൈക്കിള് തൽക്കാലം ഇവിടെ പീടികയിൽ വെച്ചോളൂ. അല്ലെങ്കിൽ നീ സൈക്കിളിൽ മുന്നിൽ പോയിട്ട് വഴി കാണിച്ചു തന്നാലും മതി. ഞങ്ങൾ കാറിൽ പിറകെ വരാം, സീതാമ്മ അവളോട് പറഞ്ഞു. കൃഷ്ണപ്രിയ അപ്പോൾ എന്തോ ഒന്ന് ആലോചിച്ചു. വേണ്ട വേണ്ട, ഞാൻ സൈക്കിൾ ഇവിടെ വെച്ചോളാം, നിങ്ങളുടെ കൂടെ കാറിൽ വരാം. കൃഷ്ണപ്രിയ അത് പറഞ്ഞ് ജയിച്ച ഭാവത്തിൽ അഭിമന്യുവിനെ ഒന്ന് നോക്കി. അവൾ സൈക്കിൾ പീടികയ്ക്കടുത്ത് ലോക്ക് ചെയ്തു വെച്ച് കാറിന്റെ പിൻസീറ്റിലേക്ക് കയറിയിരുന്നു. AC-യുടെ തണുപ്പിലേക്ക് കയറിയപ്പോൾ അവൾ ഒന്ന് ആസ്വദിച്ചു. ഓഹ്, എന്ത് തണുപ്പാണിത്, നിങ്ങൾക്ക് ജലദോഷം പിടിക്കില്ലേ? അവൾ ചോദിച്ചു. അഭിമന്യു അപ്പോൾ ഒന്നും മിണ്ടാതെ വണ്ടി മുന്നോട്ടെടുത്തു. ദേ, നേരെ പോയിട്ട് ആ കാണുന്ന വലിയ റോഡിലേക്ക് തിരിക്കണം, അവൾ നിർദ്ദേശം കൊടുത്തു. യാത്രക്കിടയിൽ അവൾ ഓരോരോ വിശേഷങ്ങൾ അവരോട് ചോദിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾ കർണാടകയിൽ എവിടെയാ? ബാംഗ്ലൂരാണോ? സിറ്റിയിലാണോ താമസം? അവിടെ കാറുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? പുഴയൊന്നുമില്ലേ? അഭിമന്യുവിന് അവളുടെ നിഷ്കളങ്കമായ കുസൃതി നിറഞ്ഞ ചോദ്യങ്ങൾ കേട്ട് ചിരി വരാൻ തുടങ്ങി. ഉണ്ട്, പക്ഷെ നിന്റെ ഇത്രയും വലിയ വായ അവിടെ ആർക്കുമില്ല, അവൻ ഡ്രൈവിംഗിനിടയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, എന്റെ വായിക്ക് എന്താ കുഴപ്പം? നിങ്ങളോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത് കൊണ്ടാണോ? അത് പിന്നെ ഒരിടത്തേക്കുള്ള വഴി ചോദിക്കുമ്പോ നിങ്ങൾ ആരാ എന്താന്നൊക്കെ അറിയണ്ടേ? അവൾ വീണ്ടും തർക്കിച്ചു. സീതാമ്മ അപ്പോൾ അവളുടെ കുറുമ്പുള്ള വഴക്കുകൾ കേട്ട് ചിരിക്കുകയായിരുന്നു. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം ആ മണ്ണിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സീതാമ്മയ്ക്ക് എന്തൊക്കെയോ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തി. ഒപ്പം കൃഷ്ണപ്രിയയുടെ കുറുമ്പ് നിറഞ്ഞ സംസാരം അവർക്ക് വലിയൊരാശ്വാസമായി തോന്നി. മോളുടെ പേരെന്താ? സീതാമ്മ അപ്പോൾ അവളോട് ചോദിച്ചു. കൃഷ്ണപ്രിയ. എല്ലാവരും കൃഷ്ണ എന്ന് വിളിക്കും, പക്ഷേ സാവിത്രി മുത്തശ്ശി മാത്രം കുറുമ്പി എന്ന് വിളിക്കും, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അഭിമന്യുവും സീതാമ്മയും ഒന്ന് ചിരിച്ചു. അങ്ങനെ അവൾ വഴി പറഞ്ഞു കൊടുത്തത് പ്രകാരം അവർ മനയ്ക്കരികിലെത്തി. കാറ് മനയുടെ വലിയ പടിപ്പുരയ്ക്ക് മുന്നിൽ വന്നു നിന്നു. ആ പഴയ മനയുടെ ഗാംഭീര്യം കണ്ടപ്പോൾ അഭിമന്യു ഒന്ന് സ്തംഭിച്ചു പോയി.
അമ്മ പറഞ്ഞു ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അവൻ ആദ്യമായിട്ടായിരുന്നു അവിടം കാണുന്നത്. പക്ഷേ അതിനേക്കാൾ അവനെ അത്ഭുതപ്പെടുത്തിയത് കൃഷ്ണപ്രിയ കാറിൽ നിന്നിറങ്ങി പടിപ്പുരയിലേക്ക് ഓടിക്കയറി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതാണ്, മുത്തശ്ശി, ഇതേ മുത്തശ്ശിയുടെ ഒരു പഴയ ബന്ധുവും കൂടെ ഒരു ദേശക്കാരനും വന്നിട്ടുണ്ട്. അവളുടെ ആ സംസാരം കേട്ടപ്പോൾ അഭിമന്യു ശരിക്കും മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചുപോയി. പടിപ്പുര കടന്ന് മുറ്റത്തെത്തിയപ്പോഴേക്കും ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരുന്നിരുന്ന സാവിത്രി മുത്തശ്ശി തന്റെ വായന കണ്ണട പതുക്കെ മാറ്റിവെച്ചു. വെളുത്ത മുണ്ടും നേരിയതും ധരിച്ച് നരച്ച മുടി വട്ടത്തിൽ കെട്ടിവെച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട ആ രൂപത്തിന് ഒരു പ്രത്യേക ഗാംഭീര്യമുണ്ടായിരുന്നു. അവർ കണ്ണുകൾ ഇറുക്കി പിടിച്ച് മുറ്റത്തേക്ക് നോക്കി. കൃഷ്ണപ്രിയയുടെ കൂടെ വന്നിറങ്ങിയ പുതിയ ആളുകളെ അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ആരാ കൃഷ്ണമോളെ ഇത്? മുത്തശ്ശിയുടെ ശബ്ദം അല്പം വിറയലോടെയാണെങ്കിലും ഉറപ്പുള്ളതായിരുന്നു. സീതാമ്മയുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു തുടങ്ങിയിരുന്നു. അവർ സാവിത്രി മുത്തശ്ശിയുടെ അടുത്തേക്ക് പതുക്കെ നടന്നു ചെന്നു. പണ്ട് അത്രയും പ്രൗഢിയോടെ ഇരുന്നിരുന്ന മുത്തശ്ശിയുടെ മുഖത്ത് കാലം വരുത്തിയ മാറ്റങ്ങൾ കണ്ട് സീതാമ്മയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. സീതാമ്മ അപ്പോൾ മുത്തശ്ശിയുടെ കാൽക്കൽ വീണ് സാഷ്ടാംഗം പ്രണമിച്ചു. അമ്മേ, അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? സീതാമ്മ മുത്തശ്ശിയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തേങ്ങലോട് ചോദിച്ചു. മുത്തശ്ശി അപ്പോൾ ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ഓർമ്മകളുടെ ഏടുകൾ പതിറ്റാണ്ട് പിന്നിലേക്ക് മറയുകയായിരുന്നു. അപ്പോൾ ആരാ? എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ലല്ലോ മോളെ. അമ്മേ, പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കേളപ്പേട്ടനെ ഓർമ്മയില്ലേ? ആ കേളപ്പേട്ടന്റെ മോളാ സീത. ആ പേര് കേട്ടത് മുത്തശ്ശിയുടെ മുഖത്തൊരു മിന്നൽ പാഞ്ഞ പോലെ തിരിച്ചറിവുണ്ടായി. അവരുടെ ചുണ്ടുകൾ വിറച്ചു. അവർ സീതാമ്മയുടെ മുഖം 2 കൈകൾ കൊണ്ടും എടുത്തുയർത്തി. സീതയോ? എന്റെ സീതക്കുട്ടിയോ? ഈശ്വര, എത്ര കാലമായി നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ ഒന്ന് വന്നില്ലാലോ മോളെ ഇത്രയും കാലം. മുത്തശ്ശി സീതാമ്മയെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചു. 2 പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു നിന്ന് അഭിമന്യുവിന്റെയും കൃഷ്ണയുടെയും ഉള്ളിൽ അപ്പോൾ ഒരു നിശബ്ദത പടർന്നു. മുത്തശ്ശി അപ്പോൾ സീതാമ്മയെ പതുക്കെ അടർത്തി മാറ്റി പുറകിൽ നിൽക്കുന്ന അഭിമന്യുവിനെ നോക്കി. ഇത് ആരാ സീതേ? നിന്റെ മോനാണോ? മുത്തശ്ശി ചോദിച്ചു. അതെ അമ്മേ, എന്റെ മോനാ അഭി. അന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോ ഇവൻ വെറും കുഞ്ഞായിരുന്നില്ലേ? അമ്മ പിന്നെ കണ്ടിട്ടില്ലല്ലോ. അഭിമന്യു അപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് അവരെ ഒന്ന് തൊഴുതു. മുത്തശ്ശി അവന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എന്റെ കൺമുന്നിൽ ജനിച്ചു വീണതാ ഇവൻ. അന്ന് പോയതല്ലേ നീ? അതെ അമ്മേ, അമ്മയ്ക്കറിയാലോ, മോഹനേട്ടന്റെ ജോലി അമേരിക്കയിലായതുകൊണ്ട് പിന്നെ വരാൻ പറ്റിയിട്ടില്ല. വരാൻ ഒരുപാട് ആഗ്രഹിച്ചതാ, പക്ഷേ സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല. എങ്കിലും ഫോണിലൂടെ അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഒന്ന് ഓടി വരാൻ തോന്നുമായിരുന്നു. സീതാമ്മ മുത്തശ്ശിയുടെ കയ്യിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അറിയാമോളെ, ഇതിപ്പോ എപ്പോ എത്തി നാട്ടിൽ? മുത്തശ്ശി ചോദിച്ചു. 4-5 ദിവസമേ ആയുള്ളൂ അമ്മേ വന്നിട്ട്. മോഹനേട്ടൻ ഒരു ബിസിനസ് ആവശ്യത്തിനായി 5-6 മാസം ഇവിടെ നാട്ടിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനും ഇവനും ഒപ്പം ഇങ്ങ് പോന്നു. എത്തിയപ്പോ തന്നെ എനിക്ക് അമ്മയെ കാണണമെന്ന് വാശിയായിരുന്നു. സീതാമ്മ ഒന്ന് ദീർഘശ്വാസം വിട്ടു. പഴയ മുറിവുകൾ ഓർത്തെടുക്കുമ്പോൾ അവരുടെ ശബ്ദമിടറി. നിനക്കൊരു മാറ്റവുമില്ല സീതേ, അന്നും ഇന്നും ഒരുപോലെ തന്നെ. മുത്തശ്ശി സ്നേഹത്തോടെ ഒന്നുകൂടെ സീതാമ്മയെ തലോടി. ഒട്ടും മാറിയിട്ടില്ലമ്മേ. അമ്മ ചെയ്തു തന്ന ഉപകാരമൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. അമ്മയുടെ കനിവ് കൊണ്ടല്ലേ ഞാൻ ഇന്നിങ്ങനെ വലിയ കാശുകാരിയായി ജീവിക്കുന്നത് തന്നെ. പണ്ട് ഇവന്റെ അച്ഛൻ കുടിച്ചു വന്ന് എന്നെ ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്തിരുന്ന ആ കാലമൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ലമ്മേ. അന്ന് അമ്മയാണല്ലോ എന്നെ ഈ നരകത്തിൽ നിന്നൊക്കെ രക്ഷിച്ചത്. അമ്മയുടെ ബന്ധത്തിലുള്ള ഭാര്യ മരിച്ച മോഹനേട്ടനുമായി എന്റെ കല്യാണം നടത്തി തന്നത് അമ്മയല്ലേ. അന്നു മുതൽ ഇന്നു വരെ ഞാൻ സന്തോഷത്തിലാണമ്മേ. ആ കടപ്പാടൊന്നും എനിക്ക് ഒരിക്കലും വീട്ടാൻ പറ്റില്ല. സീതാമ്മ പറഞ്ഞപ്പോൾ സാവിത്രി മുത്തശ്ശി സീതാമ്മയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. അതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് ഓർമ്മയുണ്ട് സീതേ. ഇവിടെ വെച്ചല്ലേ നീ ഇവനെ പ്രസവിച്ചത്. അന്ന് നീ അനുഭവിച്ച കഷ്ടപ്പാടുകൾ. മുത്തശ്ശി അത് പറഞ്ഞ് അഭിമന്യുവിനെ നോക്കി. നിന്റെ അച്ഛൻ കുടിച്ചു വന്നാൽ അമ്മയെ ഉറങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു. എപ്പോഴും അടിക്കാനും ഉപദ്രവിക്കാനും വരും. അവസാനം അവൻ കുടിച്ചു മരിച്ചപ്പോ 8 മാസം ഗർഭിണിയായ നിന്റെ അമ്മയെ നോക്കാൻ ആരുമില്ലാതായി. ഇവിടുത്തെ ഈ തെക്കിനി മുറിയിലാണ് ഇവള് നിന്നെ പ്രസവിച്ചത്. മുത്തശ്ശി അഭിമന്യുവിനെ നോക്കി വീണ്ടും അത്ഭുതപ്പെട്ടു. നോക്കിക്കേ, അന്ന് എന്റെ കൈവെള്ളയിൽ കിടന്ന കുഞ്ഞാ ഇപ്പോ വലിയ ഒരാളായിരിക്കുന്നു. ഈ ജാക്കറ്റൊക്കെ ഇട്ട് വലിയ പത്രാസുകാരനായി നടക്കുന്നത് കണ്ടില്ലേ? മുത്തശ്ശി അഭിമന്യുവിനെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. മോഹനന് നിന്നോട് വലിയ സ്നേഹമല്ലേ സീതേ? ആ ബന്ധത്തിൽ കുട്ടികളൊന്നുമില്ലെന്ന് എനിക്കറിയാം. അവൻ അതിന്റെ വിഷമമൊന്നുമില്ലല്ലോ? മുത്തശ്ശി സീതാമ്മയോട് ചോദിച്ചു. ഇല്ലമ്മേ, അദ്ദേഹത്തിന് എന്നെയും ഇവനെയും ജീവനാ. സ്വന്തം മോനെ പോലെ തന്നെയേ ഇവനെ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എല്ലാം അമ്മയുടെ അനുഗ്രഹം. സീതാമ്മ അത് പറഞ്ഞ് കണ്ണു തുടച്ചു.
അഭിമന്യു അപ്പോൾ തന്റെ അമ്മയുടെ കണ്ണീരും മുത്തശ്ശിയുടെ വാക്കുകളും കേട്ട് നിശബ്ദനായി നിന്നു. തന്റെ ജനനവും അമ്മയുടെ കഷ്ടപ്പാടുകളും ഇത്രത്തോളം ആഴമുള്ളതാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. കൃഷ്ണപ്രിയ അപ്പോഴും പടിവാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്രയും നേരം താൻ വഴക്കിട്ട ആ കലിപ്പൻ സത്യത്തിൽ ഈ തറവാടുമായി ഇത്രയും വലിയൊരു ബന്ധമുള്ള ആളാണെന്നറിഞ്ഞപ്പോൾ അവൾക്ക് ചെറിയൊരു ചമ്മല് തോന്നി. നിങ്ങളെ കണ്ട വെപ്രാളത്തിലെ ഞാൻ പറയാൻ മറന്നു. ഇവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ സീതേ. മോനെ, അകത്തേക്ക് വാ. കൃഷ്ണേ, നീ പോയി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഇത്രയും കാലം കഴിഞ്ഞ് എന്റെ സീത വന്നതല്ലേ? മുത്തശ്ശി സ്നേഹത്തോടെ കൃഷ്ണയോട് ആജ്ഞാപിച്ചു. കൃഷ്ണ അപ്പോൾ വേഗം അടുക്കളയിലേക്ക് ഓടി. അഭിമന്യുവും സീതാമ്മയും മുത്തശ്ശിയുടെ കൈപിടിച്ച് ആ വലിയ തറവാടിന്റെ അകത്തളത്തിലേക്ക് കയറി. അവിടെയുള്ള ഓരോ തൂണിലും ഓരോ ചുവരിലും സീതാമ്മയ്ക്ക് തന്റെ പഴയ കാലത്തിന്റെ മണമുണ്ടായിരുന്നു. മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് അടുക്കളയിലേക്ക് ഓടിയ കൃഷ്ണ മിനിറ്റുകൾക്കകം ചായയുമായി ഉമ്മറത്തെത്തി. ആവി പറക്കുന്ന ചായക്കപ്പുകൾ ഓരോരുത്തർക്കും നേരെ നീട്ടുമ്പോൾ അവളിൽ പഴയ ആ പ്രസരിപ്പ് അല്പം കുറഞ്ഞതുപോലെ. പ്രത്യേകിച്ച് അഭിമന്യുവിന് ചായ കൊടുക്കുമ്പോൾ അവൾ ഒന്ന് പതറി. അഭിമന്യു ആകട്ടെ ഒരു കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവൾ ചമ്മലോടെ കണ്ണ് വെട്ടിച്ച് പതുക്കെ മുത്തശ്ശിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. മുത്തശ്ശി, ഞാനിവരെ കാണുമ്പോൾ വഴിതെറ്റി ചുറ്റിത്തിരിയുകയായിരുന്നു. എന്നെ കണ്ടതുകൊണ്ട് ഭാഗ്യായി. ഇവർക്ക് ഇവിടുത്തെ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്റെ സൈക്കിൾ അങ്ങ് കവലയിൽ കടയുടെ സൈഡിൽ വെച്ചിരിക്കുകയാണ്. ഇനി അതെടുക്കാൻ പോകണം. അവൾ ഒരു പാവം കുട്ടിയെ പോലെ പറഞ്ഞു. അത് കേട്ടതും അഭിമന്യു ചായ ഊതി കുടിച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു. അല്ല മുത്തശ്ശി, ഇവള് വഴി കാണിക്കാൻ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് വന്നതൊന്നുമല്ല. സൈക്കിളിന്റെ ടയർ പഞ്ചറായപ്പോൾ അത് ഉരുട്ടി എവിടെ എത്തിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങളെ കണ്ടത്. ആ തക്കത്തിന് സൈക്കിൾ അവിടെ ഒതുക്കി വെച്ച് കാറിൽ വലിഞ്ഞു കയറിയതാണ് ഈ കുറുമ്പി. അഭിമന്യു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അഭിമന്യു തന്റെ കള്ളം കണ്ടുപിടിച്ചു എന്ന് മനസ്സിലായപ്പോൾ കൃഷ്ണയുടെ മുഖം ചുവന്നു. അവൾ ഒരുവിധം ഒന്ന് ചമ്മി ചിരിച്ചുകൊണ്ട് അവനെ ഒളികണ്ണിട്ട് നോക്കി. അഭിമന്യു അപ്പോൾ തന്നെ തന്റെ മീശയൊന്ന് പിരിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവളോട് പറഞ്ഞു. നിന്നെ ഞാൻ എടുത്തോളാം കുറുമ്പി, കാത്തിരുന്നോ? അല്പം കഴിയുമ്പോഴേക്കും സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു. പറമ്പിലെ മരങ്ങൾക്കിടയിലൂടെ ഇരുട്ട് പതുക്കെ തറവാട്ടുമുറ്റത്തേക്ക് പടർന്നു. ഇവർക്ക് കിടക്കാൻ മുകളിലത്തെ മുറി ഒന്ന് റെഡിയാക്കി ഇടാമോ മോളെ? മുത്തശ്ശി കൃഷ്ണയോട് പറഞ്ഞു. ചെയ്തോളാം മുത്തശ്ശി. കൃഷ്ണ തലയാട്ടി. അമ്മേ, ഞാൻ ഇന്ന് അമ്മയുടെ കൂടെ താഴെ കിടന്നോളാം. അബിക്ക് മാത്രം മുകളിൽ ഒരു കട്ടില് റെഡിയാക്കിയാൽ മതി. സീതാമ്മ അപ്പോൾ മുത്തശ്ശിയോട് പറഞ്ഞു. ശേഷം സീതാമ്മ കാലങ്ങൾക്ക് മുൻപേ വിട്ടിട്ട് പോയ തറവാടിന്റെ ചുറ്റിലും ഒന്ന് നോക്കി. പണ്ട് അഭിമന്യുവിനെയും വയറ്റിലിട്ട് മുത്തശ്ശിയുടെ അരികിൽ വന്ന് കഞ്ഞി കുടിക്കുന്നതും മുത്തശ്ശി മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി തരുന്നതും മുത്തശ്ശിയോട് സങ്കടം പറയുന്നതുമെല്ലാം സീതാമ്മയുടെ മനസ്സിലൂടെ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓടിപ്പോയി. മുത്തശ്ശിയുടെ മക്കളും പേരക്കുട്ടികളും ഒക്കെയായി കുറെ ആളുകൾ ഉണ്ടായിരുന്ന വീടാണ്. സീതാമ്മ ഒന്നുകൂടി ചുറ്റും നോക്കി. ഇവിടെ ഇപ്പോ ആരുമില്ലേ അമ്മേ? എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും മാത്രം ഈ വലിയ തറവാട്ടിൽ? സീതാമ്മ ചോദിച്ചപ്പോൾ മുത്തശ്ശി ഒന്ന് നെടുവീർപ്പിട്ടു. പകൽ സമയത്ത് പറമ്പിലെ പണിക്ക് രാഘവനും കേശവനും ഒക്കെ വരും. രാത്രിയാകുമ്പോൾ കാവലിന് പുറത്ത് രാമദാസൻ ഉണ്ടാകും. വീട്ടുപണിക്ക് സഹായത്തിന് ഒരു സ്ത്രീ വരും. ബാക്കി സമയം ഞാനും ഇവളും തന്നെയാണിവിടെ. സീതാമ്മ അപ്പോഴും കൃഷ്ണപ്രിയയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കൃഷ്ണപ്രിയ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ അവർക്ക് മനസ്സിലായില്ല. അമ്മേ, ഈ കുട്ടി ആരാ അമ്മേ? എനിക്ക് പരിചയമില്ലാത്ത മുഖമാണല്ലോ. എവിടുത്തുകാരിയാ? സീതാമ്മ പതിയെ ചോദിച്ചു. മുത്തശ്ശി അപ്പോൾ കൃഷ്ണയെ ഒന്ന് നോക്കി. മോളെ, നീ ചെന്ന് മോന് കിടക്കാനുള്ള മുറി ഒന്ന് റെഡിയാക്കി കൊടുക്ക്. മുത്തശ്ശി അപ്പോൾ അവളോട് പറഞ്ഞു. കൃഷ്ണ അകത്തേക്ക് പോയതും മുത്തശ്ശി സീതാമ്മയുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. അവരുടെ ശബ്ദം താഴ്ന്നു. ഇവളിവിടെ തൊടിയിലൊക്കെ റബ്ബർ വെട്ടാൻ വന്നിരുന്ന ഗോപാലന്റെ മോളാ. ഗോപാലൻ പാവമായിരുന്നു. കുറച്ചു കാലം മുൻപ് അസുഖം വന്ന് മരിച്ചു. ഗോപാലന്റെ ഭാര്യ പണ്ട് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതാ. പിന്നെ ഇവൾക്കൊരാങ്ങളയാ ഉള്ളത്. അവനൊരു ഒന്നൊന്നര ഗുണ്ടയാ. എപ്പോഴും ഇവളെ അടിയും തൊഴിയുമാണ്. ഈ പാവത്തിന് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഏതോ പെൺകുട്ടിയെ പിറകെ നടന്ന് ശല്യം ചെയ്ത് ഉപദ്രവിച്ചതിന്റെ പേരില് ജയിലിൽ ആ ചെക്കൻ. അതിന്റെ കൂട്ടുകാരന്മാര് ചിലരാണെങ്കില് വീട്ടിൽ വന്ന് എപ്പോഴും ഇവളെ ശല്യം ചെയ്യും. ഇത് പണ്ട് മുതലേ ഗോപാലന്റെ കൂടെ ഇവിടെ ചെറിയ സഹായത്തിനൊക്കെ വരുന്ന കുട്ടിയാണ്. ഒടുവില് ഗതിയില്ലാതെ വന്നപ്പോ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടി. ഇപ്പോ ഇവൾ എനിക്കൊരു തുണയാണ്. അത് കേട്ടപ്പോൾ സീതാമ്മയുടെയും അഭിമന്യുവിന്റെയും മനസ്സിൽ കൃഷ്ണയുടെ ആ കുറുമ്പ് നിറഞ്ഞ മുഖത്തിനു പകരം ഒരു വേദനയുടെ ചിത്രം തെളിഞ്ഞു വന്നു. അവൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കേട്ടപ്പോൾ അഭിമന്യുവിന് താൻ അവളോട് കാട്ടിയ ഗൗരവത്തിൽ ചെറിയൊരു കുറ്റബോധം തോന്നി. എന്റെ കാലം കഴിഞ്ഞാൽ ഇവളുടെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല സീതേ. അതിനു മുൻപ് ഇവളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണം. അതൊരു വലിയ ബാധ്യതയായി എന്റെ മനസ്സിലുണ്ട്. മുത്തശ്ശി പറഞ്ഞു. ആണോ അമ്മേ? പാവം ഓരോരുത്തരുടെ ഗതി.
അതിന് സ്വന്തം ആങ്ങളയെ കൊണ്ടാണെങ്കിൽ എനിക്ക് ആദ്യം സ്വന്തം കെട്ടിയോനെ കൊണ്ടായിരുന്നു. അനുഭവിക്കുന്നവർക്കറിയാം അതിന്റെ വിഷമം. പിന്നെ അമ്മേ, മാധവേട്ടൻ അമ്മയെ എറണാകുളത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അവരൊക്കെ വിളിക്കാറില്ലേ? സീതാമ്മ ചോദിച്ചു. ഓ, മാധവനും രാധയും ഒക്കെ എന്നും വിളിക്കാറുണ്ട്. അവരൊക്കെ അങ്ങോട്ട് ചെല്ലാൻ നിർബന്ധിക്കുന്നതാ. പക്ഷേ ഈ പെൺകുട്ടിയെ ഓർത്തിട്ടാണ് ഞാൻ പോകാത്തത്. ഇവളെ എവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകും? തറവാട് വിട്ടുവരാൻ ഇഷ്ടമില്ലെന്ന് കള്ളം പറഞ്ഞാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അവർക്കൊക്കെ എന്നോട് ദേഷ്യമാണ്. വയസ്സുകാലത്ത് അവരുടെ കൂടെ ചെന്ന് സുഖമായി ഇരുന്നാ പോരെ എന്നാണ് അവര് ചോദിക്കുന്നത്. പക്ഷേ നാളെ എങ്ങാനും ഈ കുട്ടി ആരെങ്കിലും ഉപദ്രവിച്ചു എന്നോ മരണപ്പെട്ടു എന്നോ ഒരു വാർത്ത പത്രത്തിൽ കണ്ടാൽ അത് കേട്ട് എന്റെ നെഞ്ചു പിടയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. മുത്തശ്ശി പറഞ്ഞു നിർത്തിയപ്പോൾ ഉമ്മറത്ത് വലിയൊരു നിശബ്ദത പടർന്നു. പാവം, അവൾക്ക് പിന്നിൽ ഇത്രയും വലിയൊരു കഥയുണ്ടായിരുന്നെന്ന് അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അഭിമന്യുവിന്റെ മനസ്സിലെന്തോ അവളോടപ്പോൾ വല്ലാത്തൊരലിവ് തോന്നി. അപ്പോളേക്കും കൃഷ്ണ അങ്ങോട്ട് വന്നു. മുറി റെഡിയാക്കിയിട്ടുണ്ട്, കുളിക്കാൻ ചൂടുവെള്ളം വേണമെങ്കിൽ വെച്ചു തരാൻ കേട്ടോ, അവൾ വിനീതമായി പറഞ്ഞു. അഭിമന്യു അവളെ ഒന്ന് നോക്കി. നേരത്തെ കണ്ട കലിപ്പൻ നോട്ടമായിരുന്നില്ല അത്. അവളുടെ ആ നിഷ്കളങ്കമായ കണ്ണുകളിലെ വേദന അവൻ തിരിച്ചറിയുകയായിരുന്നു. അപ്പോഴാണ് അഭിമന്യുവിന് തറവാട്ടിലെ കുളം ഒന്ന് കാണാൻ മോഹം തോന്നിയത്. അമ്മ എപ്പോഴും പറയാറുള്ള വലിയ കൽപ്പടവുകളുള്ള ആ കുളം. അമ്മേ, ഞാൻ എന്നാ റൂമിലേക്ക് ചെന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. പിന്നെ മുത്തശ്ശി, എനിക്ക് ഇവിടുത്തെ ആ കുളത്തിലൊന്ന് കുളിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ഇപ്പൊ പോയി ഇറങ്ങാൻ പറ്റുമോ? അഭിമന്യു കൗതുകത്തോടെ ചോദിച്ചു. സാവിത്രി മുത്തശ്ശി അപ്പോൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഇന്നിനി വേണ്ട കുട്ടിയെ, സന്ധ്യ കഴിഞ്ഞില്ലേ? തറവാട്ടിലെ കുളത്തില് സന്ധ്യ കഴിഞ്ഞിറങ്ങുന്നത് അത്ര നല്ലതല്ല. നീ നാളെ രാവിലെ പോയി കുളിച്ചോളൂ. നല്ല തെളിനീരുള്ള കുളമാണ്. ഈ അടുത്തുകൂടെ കൽപ്പടവുകളൊക്കെ പണിക്കാരെ വെച്ച് വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ. ഇപ്പൊ മുകളിലെ ബാത്റൂമിൽ കുളിച്ചോളൂ, അവിടെ നല്ല സൗകര്യമുണ്ട്. മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് അഭിമന്യു തന്റെ ബാഗും എടുത്ത് മുകളിലേക്ക് നടന്നു. പടികൾ കയറി പോകുമ്പോൾ താഴെ നിന്ന് കൃഷ്ണ വിളിച്ചു പറഞ്ഞു. മുറിയുടെ വാതില് ഞാൻ തുറന്നിട്ടിട്ടുണ്ട് ട്ടോ. അവൻ അപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. കൃഷ്ണയുടെ മുഖത്ത് നേരത്തെ കണ്ട കലിപ്പില്ല, പകരം ഒരു ചെറിയ പുഞ്ചിരി. അവൻ അവളെ ഒന്ന് നോക്കി തിരിച്ചു ചിരിച്ചു. ആ ചിരിയിൽ എവിടെയോ ഒരു പുതിയ സൗഹൃദം മുട്ടിടുന്നത് പോലെ അവർക്ക് തോന്നി. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി അഭിമന്യു താഴേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും തറവാടിന്റെ അകത്തളം ഭക്ഷണത്താൽ നിറഞ്ഞിരുന്നു. കൃഷ്ണ അടുക്കളയിൽ വലിയ തിരക്കിലായിരുന്നു. അവൾ എന്തൊക്കെയോ സ്പെഷ്യൽ വിഭവങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ മുത്തശ്ശി? മേശപ്പുറത്തെ വിഭവങ്ങൾ നോക്കി അഭിമന്യു ചോദിച്ചു. ഇതൊക്കെ ഇവളുണ്ടാക്കുന്നതാ മോനെ. കൃഷ്ണയ്ക്ക് നല്ല കൈപുണ്യമാ. എന്തും ഉണ്ടാക്കാൻ ഇവൾക്കറിയാം. അവളുടെ ഒരു സാമ്പാറും ചമ്മന്തിയും കഴിച്ചാ പിന്നെ നീ സിറ്റിയിലെ ഭക്ഷണത്തെക്കുറിച്ച് ഓർക്കുകയേ ഇല്ല, മുത്തശ്ശി അഭിമാനത്തോടെ പറഞ്ഞു. അപ്പോളേക്കും മുറ്റത്തു നിന്ന് ഒരു ചുമ അവർ കേട്ടു. രാത്രി കാവൽ നിൽക്കുന്ന രാമദാസൻ അങ്ങോട്ടെത്തിയിരുന്നു. കയ്യിൽ ഒരു ടോർച്ചും തോളിൽ ഒരു തോർത്തുമിട്ട് അയാൾ ഉമ്മറത്തേക്ക് നോക്കി. വിരുന്നുകാരുണ്ടോ സാവിത്രി അമ്മേ? രാമദാസൻ വിനയത്തോടെ ചോദിച്ചു. ഉണ്ട് രാമദാസ, നീ ഇങ്ങോട്ട് വാ. സാവിത്രി അമ്മ അയാളെ അടുത്തേക്ക് വിളിച്ചു. അഭിമന്യുവിനെയും സീതാമ്മയെയും അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കേളപ്പന്റെ മോളും പേരക്കുട്ടിയുമാണ്. മുത്തശ്ശി പറഞ്ഞപ്പോൾ രാമദാസൻ സന്തോഷത്തോടെ കൈകൂപ്പി. അയാൾക്ക് രാത്രിയിലേക്കുള്ള ഭക്ഷണവും അപ്പോൾ കൃഷ്ണ കൊണ്ടുകൊടുത്തു. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ തയ്യാറെടുത്തു. സീതാമ്മ പറഞ്ഞതുപോലെ തന്നെ മുത്തശ്ശിയുടെ കൂടെ താഴെ തന്നെ കിടക്കാൻ തീരുമാനിച്ചു. അഭിമന്യു പതുക്കെ മുകളിലത്തെ മുറിയിലേക്ക് നടന്നു. പഴയ തടിയിൽ തീർത്ത പടികൾ കയറുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലും അവന് സംഗീതം പോലെ തോന്നി. മുറിയിലെത്തിയ അഭിമന്യു ജനൽ തുറന്നു. പുറത്ത് നിലാവുദിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. തറവാടും അതിന്റെ ചുറ്റുപാടുമുള്ള കാവും മരങ്ങളും ആ നിലാവെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നത് അവൻ ആസ്വദിച്ചു കണ്ടു. അമേരിക്കയിലെ തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്ന് എത്രയോ അകലെയുള്ള ഒരു ശാന്തസുന്ദരമായ ലോകം. അപ്പോഴാണ് മുറിക്ക് പുറത്ത് ഒരു കാൽപ്പെരുമാറ്റം അവൻ കേട്ടത്. നോക്കുമ്പോൾ കയ്യിൽ ഒരു ജഗ് വെള്ളവുമായി കൃഷ്ണ വാതിൽക്കൽ നിൽക്കുന്നു. സന്ധ്യയ്ക്ക് കണ്ട പെൺകുട്ടിയല്ല ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. കറുത്ത നിറത്തിലുള്ള ഒരു ലളിതമായ ചുരിദാർ ഇട്ട് നെറ്റിയിൽ ഒരു ചെറിയ ഭസ്മക്കുറിയൊക്കെ തൊട്ട് മുടി ഒതുക്കി കെട്ടി നിൽക്കുന്ന കൃഷ്ണയെ കണ്ടപ്പോൾ അഭിമന്യുവിന് വല്ലാത്തൊരു ഭംഗി തോന്നി. വെള്ളം ഇവിടെ വെക്കുന്നുണ്ട് ട്ടോ, അവൾ പതുക്കെ പറഞ്ഞു. അഭിമന്യു തിരിഞ്ഞു നിന്ന് അവളെ തന്നെ നോക്കി. ഊവു മേഡം, ഇവിടെ വെച്ചേക്ക്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അപ്പോൾ പതുക്കെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ അഭിമന്യു അവളെ ഒന്ന് കളിയാക്കാൻ തീരുമാനിച്ചു. നിനക്കപ്പോ ഇത്ര നന്നായി സംസാരിക്കാനൊക്കെ അറിയാം അല്ലേടി കാന്താരി? വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്തൊരു അഹങ്കാരമായിരുന്നു. എന്നെ അങ്ങ് കൊല്ലുമെന്ന മട്ടിലായിരുന്നല്ലോ നോട്ടം. കൃഷ്ണ അപ്പോൾ ഒന്ന് നിന്നു. അവളിൽ ഒരു ചമ്മൽ നിറഞ്ഞു. അവൾ തിരിഞ്ഞു നിന്ന് പതുക്കെ ചിരിച്ചു. അത് ഞാൻ വെറുതെ. നിങ്ങൾ മുത്തശ്ശിക്ക് ഇത്ര വേണ്ടപ്പെട്ട ആളാണെന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല.
ഇവിടെ ഇടയ്ക്ക് മരം മുറിക്കാനും തൊടി വാങ്ങാനും ഒക്കെ സിറ്റിയിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്. അങ്ങനെ ആരോ ആണെന്നാ ഞാൻ കരുതിയത്. ഇവിടെ താമസിക്കാനുള്ള വകുപ്പുള്ളവരാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവൾ ഒരു ചമ്മലോടെ പറഞ്ഞു. അഭിമന്യു അപ്പോൾ ഒന്ന് കണ്ണു ചിമ്മി. അപ്പൊ തൊടി വാങ്ങാൻ വരുന്നവരോടൊക്കെ നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? വാ അടക്കി വെക്കാൻ പഠിക്കണം കേട്ടോടി, വായാടി. കൃഷ്ണയുടെ മുഖത്തപ്പോൾ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സോറി, അവൾ പതുക്കെ പറഞ്ഞു. ആ ഒരു വാക്കിൽ അവന്റെ എല്ലാ പരിഭവങ്ങളും അലിഞ്ഞുപോയി. നീ പഠിക്കാൻ പോണില്ലേ? അഭിമന്യു ചോദിച്ചു. ഇപ്പോ ഇല്ല, ഡിഗ്രി കഴിഞ്ഞു, അവൾ മറുപടി നൽകി. എന്നിട്ട് പിന്നെ എവിടെയും പോയില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. പോണെന്നുണ്ട്, പക്ഷേ അവൾ പാതി വഴിയിൽ നിർത്തി. തന്റെ ജീവിത സാഹചര്യങ്ങൾ അവൾക്ക് നന്നായി അറിയാമായിരുന്നു. മുത്തശ്ശിയെ തനിച്ചാക്കി പോകാനുള്ള മടിയും ആങ്ങളയോടുള്ള പേടിയുമൊക്കെ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അഭിമന്യു അപ്പോൾ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവളുടെ ആ നിഷ്കളങ്കത അവനെ വല്ലാതെ ആകർഷിച്ചു. ശരി ചെല്ല്, പോയി കിടക്കാൻ നോക്ക്, അവൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. കൃഷ്ണ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നിന്ന് താഴോട്ട് ഓടിപ്പോയി. അവളുടെ ആ ഓട്ടം നോക്കി നിൽക്കുമ്പോൾ അഭിമന്യുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അമേരിക്കയിൽ ജനിച്ചു വളർന്നതാണെങ്കിലും അമ്മ പറഞ്ഞു കേട്ട കഥകളിലൂടെ അവൻ ഈ മണ്ണും തറവാടും വല്ലാത്തൊരടുപ്പമുള്ളതായിരുന്നു. അവൻ വീണ്ടും ജനലരികിലേക്ക് ചെന്നു. തന്റെ അമ്മ ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയ മണ്ണ്, തന്റെ അച്ഛന്റെ ക്രൂരതകൾ സാക്ഷ്യം വഹിച്ച ആ നാട്, എല്ലാം അവനിൽ ഒരു വിങ്ങലുണ്ടാക്കി. പക്ഷേ ഇപ്പോൾ ആ തറവാട്ടിൽ അമ്മയ്ക്കൊപ്പം എത്തിയപ്പോൾ എന്തോ ഒരു വലിയ നിയോഗം പൂർത്തിയായതുപോലെ അവന് തോന്നി. അമ്മ എപ്പോഴും നാടിനെയും തറവാടിനെയും കുറിച്ച് പറയുമ്പോൾ എത്രയോ തവണ ഇങ്ങോട്ട് വരാൻ കൊതിച്ചിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഇവിടേക്ക് എന്നെ വിളിച്ചു വരുത്തിയ എന്തോ ഒന്നുണ്ട്, അവൻ സ്വയം പറഞ്ഞു. അപ്പോൾ അവന്റെ മനസ്സിലേക്ക് വന്നത് കൃഷ്ണയുടെ ആ വിടർന്ന കണ്ണുകളാണ്. അവളായിരിക്കുമോ, ആ കാന്താരി ആയിരിക്കുമോ എന്നെ ഇവിടേക്ക് എത്തിക്കാൻ കാരണമായ ആ നിയോഗം? അവൻ മനസ്സിലോർത്തു. നിലാവിന്റെ വെളിച്ചത്തിൽ ആ വലിയ മനോഹരമായ തറവാട് ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ അഭിമന്യുവിന്റെ ഉള്ളിൽ പുതിയൊരു പ്രണയത്തിന്റെയോ സൗഹൃദത്തിന്റെയോ എന്താണെന്നറിയാത്ത തളിരുകൾ മുളപൊട്ടുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ തറവാടിന്റെ കിഴക്കേ തൊടിയിലെ പ്ലാവുകളിലും തെങ്ങുകളിലും വെയിൽനാമ്പുകൾ തട്ടി തുടങ്ങിയതേയുള്ളൂ. പക്ഷികളുടെ കിന്നാരങ്ങൾ കേട്ടുണർന്ന അഭിമന്യുവിന് അന്നത്തെ പ്രഭാതത്തിനൊരു പ്രത്യേക മണമുള്ളതായി തോന്നി. അമേരിക്കയിലെ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിൽ നിന്നും വ്യത്യസ്തമായി മണ്ണും മരവും ചേർന്നൊരു നാട്ടുഗന്ധം. അവൻ പതുക്കെ എഴുന്നേറ്റ് സാധാ ഒരു ടീഷർട്ടും ട്രാക്ക് പാന്റും ധരിച്ച് ഉമ്മറത്തേക്ക് നടന്നു. ഉമ്മറത്തെ പടികൾ ഇറങ്ങുമ്പോൾ അവൻ കണ്ട കാഴ്ച വല്ലാത്തൊരു കുളിർമയുള്ളതായിരുന്നു. മുറ്റത്ത് പശുക്കിടാവിനെ അഴിച്ച് പ്ലാവിന്മേൽ കെട്ടാൻ ശ്രമിക്കുന്ന കൃഷ്ണ. തലേ ദിവസം കണ്ട കാന്താരിയല്ല അവളിപ്പോൾ. കുളി കഴിഞ്ഞ് ഈറൻമുടി പിന്നിലേക്ക് ഒതുക്കി കെട്ടി അതിലൊരു ചെറിയ തുളസിപ്പൂ തിരികെ വെച്ച് നെറ്റിയിൽ ചന്ദനക്കുറിയൊക്കെ തൊട്ട് നാടൻ വേഷത്തിൽ നിൽക്കുന്ന കൃഷ്ണയെ കണ്ടപ്പോൾ അഭിമന്യു ഒരു നിമിഷം നിന്നുപോയി. പശുക്കിടാവിന്റെ കുസൃതിക്കൊപ്പം ഓടുന്ന അവളുടെ ചുണ്ടിൽ ഒരു തമാശ ചിരിയുണ്ടായിരുന്നു. അവനെ കണ്ടതും അവൾ പതുക്കെ പശുക്കിടാവിനെ തടവി ഒന്നവിടെ നിന്നു. ആ എണീറ്റോ? നല്ല ഉറക്കം കിട്ടിയോ? ചായ എടുക്കട്ടെ? അവൾ നിറഞ്ഞ ചിരിയോടെ ചോദിച്ചു. അഭിമന്യു ഒരു നിമിഷം മറുപടി പറയാനാവാതെ അവളെ തന്നെ നോക്കി നിന്നു. അമേരിക്കയിൽ എത്രയോ പെൺകുട്ടികളെ അവൻ കണ്ടിരിക്കുന്നു, എത്രയോ മോഡേൺ വേഷങ്ങൾ. പക്ഷേ ഇത്രയും ലളിതമായി ഇത്രയേറെ ഭംഗിയുള്ള ഒരാളെ അവൻ ആദ്യമായി കാണുകയായിരുന്നു. മോഡേൺ ടീഷർട്ടും പാന്റും ഒക്കെ ഇട്ട് നിൽക്കുന്ന അവനെ അവളും കൗതുകത്തോടെ നോക്കി. ചായ ഇപ്പോ വേണ്ട, പതിവില്ല ഈ സമയത്ത്, കുറച്ചു കഴിഞ്ഞിട്ട് മതി. അമ്മ എവിടെ? അവൻ പതുക്കെ ചോദിച്ചു. അമ്മയും മുത്തശ്ശിയും ദേ കാവിലുണ്ട്, അവിടെ രാവിലെ വിളക്ക് വെക്കാൻ പോയതാ, ഇപ്പോ വരും. കൃഷ്ണ തുളസിത്തറയ്ക്ക് അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ആണോ? ഞാനൊന്ന് പോയി നോക്കട്ടെ. അവൻ കാവിന് നേരെ നടക്കാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണ അവനെ തടഞ്ഞു. അയ്യേ, കുളിക്കാതെ ആരെങ്കിലും കാവില് പോകുമോ? ഏട്ടൻ പോയി കുളിച്ചിട്ട് വരൂന്നേ, അവൾ അല്പം അധികാരത്തോടെ പറഞ്ഞു. ആദ്യമായി അവൾ അവനെ ഏട്ടനെന്ന് വിളിച്ചപ്പോൾ അവന് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഓ, അങ്ങനെയുണ്ടല്ലേ, ശരി. എനിക്ക് ഇവിടുത്തെ ആ കുളത്തിൽ കുളിക്കാൻ വലിയ ആഗ്രഹമുണ്ട്, ഞാൻ അവിടെ പോയി കുളിച്ചോട്ടെ? എനിക്ക് വഴി അറിയില്ല, നീ ഒന്ന് കൂടെ വരാമോ? അവൻ ചോദിച്ചു. അയ്യേ, കുളിക്കാൻ പോകുമ്പോ ആരെങ്കിലും പെൺകുട്ടികളെ കൂട്ടിന് കൊണ്ടുപോകുമോ? അവൾ കളിയാക്കി ചിരിച്ചു. അതിനെന്താ, ഇത് ബാത്റൂം ഒന്നുമല്ലല്ലോ, നീ ഒന്ന് കൂടെ വന്നാൽ മാത്രം മതി, അവൻ നിർബന്ധിച്ചു. ശരി, വഴി കാണിച്ചു തരാം, ഞാൻ തോർത്തെടുത്തിട്ട് വരാം ട്ടോ. കൃഷ്ണ അകത്തേക്ക് ഓടി. മിനിറ്റുകൾക്കകം ഒരു തോർത്തുമുണ്ടും കയ്യിൽ ഒരു സോപ്പ് പെട്ടിയുമായി അവൾ തിരിച്ചെത്തി. അവർ രണ്ടുപേരും കൂടി തറവാടിന്റെ പിറകിലെ ഇടവഴിയിലൂടെ നടന്നു. ഈ തറവാടിനും കുളത്തിനുമൊക്കെ കുറെ പഴക്കമുണ്ടല്ലേ കൃഷ്ണ? എന്റെ സ്വപ്നത്തിലെ ഒരു ലൈഫ് ഞാൻ ഇപ്പോഴാണ് ഇവിടെ കാണുന്നത്. സത്യത്തിൽ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു അന്തരീക്ഷം. അഭിമന്യു ചുറ്റും നോക്കി അത്ഭുതപ്പെട്ടു. പിന്നെ കുറേന്ന് വെച്ചാ കുറെ ഏറെ. തറവാടുണ്ടാക്കുന്നതിന് മുൻപേ ഉണ്ടാക്കിയത് ഈ കുളമാണെന്നാ മുത്തശ്ശി പറയുന്നത്. അപ്പൊ തറവാടിനേക്കാൾ പഴക്കമുണ്ട് ഇതിന്, അവൾ പറഞ്ഞു.
അങ്ങനെ അവർ കുളക്കടവിലെത്തി. കരിങ്കല്ലിൽ കൊത്തിയെടുത്ത വലിയ പടവുകൾ തെളിനീരുള്ള വെള്ളത്തിൽ അരികിലെ മരങ്ങളുടെ നിഴലുകൾ വീണ് കിടക്കുന്നു. കൽപ്പടവുകൾക്ക് വല്ലാത്തൊരു തണുപ്പായിരുന്നു. കൃഷ്ണ അപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന തോർത്തുമുണ്ട് അവന് നേരെ നീട്ടി. ദേ തോർത്തുമുണ്ട് ഉടുത്തോളൂ എന്ന് പറഞ്ഞ് അവൾ മര്യാദയോടെ ഒന്നങ്ങോട്ട് തിരിഞ്ഞു നിന്നു. അഭിമന്യു അപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ടീഷർട്ടും പാന്റും മാറ്റി അവൾ നൽകിയ തോർത്തുമുണ്ടുടുത്ത് കുളത്തിലേക്കൊരു ചാട്ടം ചാടി. വെള്ളത്തിലേക്ക് ഊളിയിടുമ്പോൾ ആ തണുപ്പിൽ അവന്റെ മനസ്സിലെ എല്ലാ ക്ഷീണവും മാറിപ്പോയി. അവൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി മുകളിലേക്ക് നോക്കിയപ്പോൾ മുകളിൽ കൽപ്പടവിലിരുന്ന് അവനെ നോക്കി ചിരിക്കുന്ന കൃഷ്ണയെ അവൻ കണ്ടു. അവളുടെ ആ ചിരിയിൽ എന്തോ മാന്ത്രികതയുള്ളതുപോലെ അവന് തോന്നി. അമേരിക്കയിലെ ആഡംബരങ്ങൾക്കൊന്നും നൽകാൻ കഴിയാത്ത ഒരു വലിയ സുഖം ആ നിമിഷം തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കൽപ്പടവിലെ ആ തണുപ്പും കാറ്റിലാടുന്ന മരങ്ങളും എല്ലാറ്റിനുമുപരി ആ തറവാട്ടിലെ കാന്താരി പെണ്ണിന്റെ സാമീപ്യവും. അഭിമന്യുവിന്റെ മനസ്സിൽ കൃഷ്ണ എന്ന പെൺകുട്ടി എന്നേക്കുമായി പതിഞ്ഞുപോയ നിമിഷമായിരുന്നു അത്. കുളത്തിലെ തെളിനീരിൽ നീന്തി തുടിക്കുമ്പോൾ അഭിമന്യുവിന്റെ കണ്ണുകൾ പടവിലിരിക്കുന്ന കൃഷ്ണയിലായിരുന്നു. അവള് വെള്ളത്തിലേക്ക് കാലിട്ടിരുന്ന് അവനെ നോക്കി മനോഹരമായി ചിരിക്കുകയായിരുന്നു. ആ ചിരിയിൽ ഒരു തരം നിഷ്കളങ്കതയുണ്ടായിരുന്നു. അല്പനേരം കൂടി വെള്ളത്തിൽ നീന്തി കളിച്ച ശേഷം അവൻ കരയിലേക്ക് കയറാൻ പടവുകൾ ഓരോന്നായി ചവിട്ടി. പെട്ടെന്ന് അവനൊന്ന് വേച്ചുപോയി. അയ്യോ കൃഷ്ണ, എന്റെ കാലിൽ എന്തോ തടയുന്നു, ഒന്ന് പിടിക്കാമോ? അവൻ വേദന അഭിനയിച്ചുകൊണ്ട് കൈനീട്ടി. അത് കേട്ട് പരിഭ്രമിച്ച കൃഷ്ണ ഒട്ടും ആലോചിക്കാതെ കുനിഞ്ഞ് അവന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. എന്താ ഏട്ടാ, എന്തു പറ്റി? അട്ട വല്ലതുമാണോ? അവൾ ആകുലതയോടെ ചോദിച്ചു. അതായിരുന്നു അവൻ കാത്തിരുന്ന നിമിഷം. അവൻ അവളുടെ കൈകളിൽ പിടിമുറുക്കി ഒരൊറ്റ വലി. അപ്രതീക്ഷിതമായ നീക്കത്തിൽ ബാലൻസ് തെറ്റി കൃഷ്ണ നേരെ കുളത്തിലേക്ക് വീണു. വെള്ളം തെറിച്ചുയർന്നു. അവൾക്കൊപ്പം അഭിമന്യുവും വെള്ളത്തിലേക്ക് താഴ്ന്നു. അവളുടെ വസ്ത്രമാകെ നനഞ്ഞു കുതിർന്ന് അവളുടെ ശരീരത്തോട് ഒട്ടി നിന്നു. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന കൃഷ്ണ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. നനഞ്ഞ വസ്ത്രങ്ങൾക്കിടയിലൂടെ അവളുടെ വടിവൊത്ത ശരീരവും യൗവനവും അവൻ തെളിഞ്ഞു കണ്ടു. അഭിമന്യു പതുക്കെ അവൾക്കരികിലേക്ക് നീങ്ങി. അവളുടെ നേർത്ത അരക്കെട്ടിലൂടെ കൈകൾ ചുറ്റി അവൻ അവളെ തന്നോട് ചേർത്തു പിടിച്ചു. അപ്രതീക്ഷിതമായ ആ സ്പർശനത്തിൽ കൃഷ്ണ ഞെട്ടിപ്പോയി. എന്താ ഇത്? വിട്, ആരെങ്കിലും കാണും, പ്ലീസ് വിട്. അവൾ അവന്റെ നെഞ്ചിൽ കൈകൾ വെച്ച് തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ കരുത്താർന്ന കൈകൾ അവളെ വിട്ടില്ല. അവൻ അവളുടെ മുഖം തന്റെ കൈക്കുള്ളിലാക്കി പതുക്കെ ഉയർത്തി. അവളുടെ കണ്ണുകളിലെ പേടിയും വെപ്രാളവും അവൻ കണ്ടു. അവൻ അപ്പോൾ അവന്റെ മുഖം അവളുടെ മുഖത്തോട് ചേർത്തു വെച്ചു. വിടാൻ വേണ്ടിയല്ല കൃഷ്ണ ഞാൻ പിടിച്ചത്. അവന്റെ ശബ്ദം ഗാംഭീര്യമുള്ളതായിരുന്നു. അവൾ അപ്പോഴും പേടിയോടെ അവനെ തള്ളി മാറ്റാൻ ആഞ്ഞു ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവൻ അവളുടെ കവിളുകളിൽ അമർത്തിപ്പിടിച്ച് തന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ നിർബന്ധിച്ചു. എന്റെ ഉറക്കം കെടുത്തിയ ഒരാളും ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കൃഷ്ണ. ഇന്നലെ രാത്രി മുത്തശ്ശി നിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞു. നിന്റെ അച്ഛനെക്കുറിച്ചും നിന്നെ ഉപദ്രവിക്കുന്ന ആങ്ങളെക്കുറിച്ചും നിനക്ക് ചുറ്റുമുള്ള ചെന്നായ്ക്കളെക്കുറിച്ചുമൊക്കെ ഞാൻ അറിഞ്ഞു. കൃഷ്ണയുടെ കൈകൾ അപ്പോൾ പതുക്കെ തളർന്നു. അവൾ നിശബ്ദയായി അവനെ നോക്കി. സിനിമയിലൊക്കെ കാണുന്ന പോലെ തറവാട്ടിലെ വിരുന്നുകാരനായി വന്ന് നിന്നെ മോഹിപ്പിച്ച് ചതിച്ച് കടന്നു കളയാനല്ല ഞാൻ നോക്കുന്നത്. ഇവിടേക്ക് വരാൻ എന്റെ മനസ്സ് നേരത്തെ തന്നെ കൊതിച്ചിരുന്നു. ആ നിയോഗം നീയായിരിക്കുമെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. അമേരിക്കയിൽ എനിക്ക് നല്ലൊരു ജോലിയുണ്ട്. നിന്നെ പൊന്നുപോലെ നോക്കാൻ എനിക്ക് കഴിയും. നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്റെ ഭാര്യയായിട്ട്. അഭിമന്യുവിന്റെ ആ വാക്കുകൾ കേട്ടതും കൃഷ്ണയാകെ തകർന്നുപോയി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ കുളത്തിലെ വെള്ളത്തിനൊപ്പം ഒലിച്ചിറങ്ങി. നാട്ടുകാരുടെ പരിഹാസങ്ങളിൽ നിന്നും ആങ്ങളയുടെ കൊള്ളരുതായ്മകളിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ എടുത്തണിഞ്ഞ ആ തന്റേടത്തിന്റെ മുഖം മൂടി അവനു മുന്നിൽ അഴിഞ്ഞു വീഴുകയായിരുന്നു. നിന്റെ ഈ വായ്ത്താളവും തന്റേടവും ഒക്കെ നിന്റെ ഉള്ളിലെ വിഷമം മറച്ചു വെക്കാനുള്ള വെറും അഭിനയമാണെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടത് നിന്റെ ഈ പാവം മനസ്സാണ്. ഞാനിതെടുത്തോട്ടെ? അവൻ അത്യന്തം വാത്സല്യത്തോടെ ചോദിച്ചു. പുറമെ കാണിക്കുന്ന അഹങ്കാരവും വാശിയുമെല്ലാം ശരിക്കും തന്നെ സംരക്ഷിക്കാൻ താൻ സ്വയം പണിത മതിലുകളാണെന്ന് അവൻ തിരിച്ചറിഞ്ഞതിൽ അവൾക്ക് അത്ഭുതം തോന്നി. അവൾക്കൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ അപ്പോൾ പതുക്കെ മുഖം താഴ്ത്തി അവളുടെ നെഞ്ചിലേക്ക് മുഖമമർത്താൻ ഒരുങ്ങിയപ്പോൾ കൃഷ്ണയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുകയായിരുന്നു. പെട്ടെന്ന് കുളക്കടവിലേക്കുള്ള വഴിയിലൂടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും സംസാരം കേട്ടു തുടങ്ങിയപ്പോൾ അഭിമന്യുവും കൃഷ്ണയും ഒരുപോലെ ഒന്ന് ഞെട്ടി. അമ്മയും മുത്തശ്ശിയും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു, അഭിമന്യു അവളോട് പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും കൃഷ്ണ പേടിയോടെ അവന്റെ കൈകളിൽ നിന്ന് കുതറി മാറി. നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളുമായി അവൾ വേഗത്തിൽ കുളത്തിൽ നിന്ന് കരയിലേക്ക് കയറി. അവര് കാണാതിരിക്കാൻ കുളക്കടവിന്റെ ഒരു വശത്തുള്ള വലിയ മതിലിന്റെ മറവിലേക്ക് അവൾ പടികൾ ഓടിക്കയറി ഒളിച്ചു നിന്നു. ആ, നീ ഇവിടെ കുളിക്കുകയായിരുന്നോ? ഞങ്ങൾ നിന്നെയും നോക്കി വന്നതായിരുന്നു.
അമ്മ അപ്പോൾ അവനോട് പറഞ്ഞു. ഞാനൊന്ന് കുളിക്കാൻ വന്നതായിരുന്നമ്മേ. അഭിമന്യു തപ്പിത്തടഞ്ഞു മറുപടി പറഞ്ഞു. കുട്ടി ഇന്നലെ തന്നെ ആഗ്രഹം പറഞ്ഞതല്ലേ, അവൻ സമാധാനമായി കുളിക്കട്ടെ, മുത്തശ്ശി അപ്പോൾ സ്നേഹത്തോടെ പറഞ്ഞു. അവർ രണ്ടുപേരും കുളക്കടവിന്റെ മുകളിലത്തെ പടവിലെത്തിയിരുന്നു. എങ്കിലും ഞാനും ഒന്ന് കുളത്തിലിറങ്ങട്ടെ, പണ്ടിവിടെ നീന്തി കളിച്ച് കുളിച്ചിരുന്നതാ. സീതാമ്മ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് കുളക്കടവിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങി. അമ്മ താഴേക്കിറങ്ങിയാൽ മതിലിന്റെ മറവിൽ നിൽക്കുന്ന കൃഷ്ണയെ കാണുമെന്ന് അഭിമന്യുവിന് ഉറപ്പായിരുന്നു. നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന അവളെ എങ്ങാനും ആ വേഷത്തിൽ കണ്ടാൽ അത് വലിയ പ്രശ്നമാകും. അവൻ അപ്പോൾ വേഗത്തിൽ പടികൾ കയറി മുകളിലേക്ക് ചെന്നു. അമ്മ ഇപ്പോ വേണ്ട, എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നു, നമുക്കിപ്പോ പോകാം, ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ വരാം. അവൻ വേഗം തന്റെ ടീഷർട്ടും പാന്റും കയ്യിലെടുത്തു. എന്താടാ ഇത്ര ധൃതി, നീ കുളിച്ചു കഴിഞ്ഞോ? സീതാമ്മ അപ്പോൾ അത്ഭുതത്തോടെ അവനോട് ചോദിച്ചു. മതി അമ്മേ, ഈ കുളത്തിലെ തണുപ്പടിച്ചപ്പോ വിശപ്പ് കൂടി, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവൻ സീതാമ്മയെയും മുത്തശ്ശിയെയും കൂട്ടി തറവാട്ടിലേക്ക് നടന്നു. പോകുന്നതിനിടയിൽ അവൻ ഒളിഞ്ഞു നിന്ന് മതിലിന്റെ മറവിലേക്കൊന്നു നോക്കി. അവിടെ ആ തണുത്ത കരിങ്കൽ മതിലിൽ തല ചായ്ച്ചു വെച്ച് കൃഷ്ണ നിൽപ്പുണ്ടായിരുന്നു. നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ളം ഇറ്റിറ്റു വീഴുന്നുണ്ടായിരുന്നു. ഒപ്പം അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ കുളത്തിലെ ഓളങ്ങളെ പോലെ ഒഴുകിക്കൊണ്ടിരുന്നു. അഭിമന്യു പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. തന്റെ കഷ്ടപ്പാടൊക്കെ അറിഞ്ഞിട്ട് ദൈവം പറഞ്ഞയച്ചതാണോ ഈ ആളെ? അറിയില്ല, എന്താണ് സംഭവിക്കുന്നതെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അവൾ. ആളുകളോട് കുറച്ച് തന്റെ അടുത്തോട് സംസാരിക്കുന്നതും വായിട്ടലയ്ക്കുന്നതുമെല്ലാം തനിക്ക് ധൈര്യമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ആരും തന്നെ ചീത്ത രീതിയിൽ നോക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഉള്ളിന്റെ ഉള്ളിൽ താൻ എത്രയോ പാവമാണെന്ന് തനിക്കറിയാം. എന്നാൽ ഇന്നലെ കണ്ട ഒരാൾ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ആ ആള് പറഞ്ഞ പോലെ ഒരു നിയോഗമാണോ ഇത്? അവൾ മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരുന്നു. അഭിമന്യുവും അവരും അവിടെ നിന്ന് മറയുന്നത് വരെ അവൾ അനങ്ങാതെ അങ്ങനെ തന്നെ നിൽപ്പായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ അഭിമന്യു ഡ്രസ്സൊക്കെ മാറി അമ്മയ്ക്കും മുത്തശ്ശിക്കുമൊപ്പം ഊണുമുറിയിലെത്തി. അവിടുത്തെ തേക്കുമേശയ്ക്കരികിലിരുന്ന് ചൂട് ചായയും പലഹാരങ്ങളും കഴിക്കുമ്പോഴും അവന്റെ ചിന്തകൾ മുഴുവൻ ആ കുളക്കടവിലെ നിമിഷങ്ങളെക്കുറിച്ചും കൃഷ്ണയെക്കുറിച്ചും മാത്രമായിരുന്നു. അവളോട് തോന്നുന്ന ഇഷ്ടം അമ്മയോട് തുറന്നു പറഞ്ഞാലോ? ഇന്നലെ പരിചയപ്പെട്ട് ഇന്ന് തന്നെ ഇത് പറയുമ്പോൾ അമ്മ എങ്ങനെ എടുക്കും? ഈ ചോദ്യങ്ങൾ അവനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. ചായയ്ക്ക് ശേഷം മുത്തശ്ശി അപ്പോൾ അവനോട് പറഞ്ഞു. മോനെ അഭിമന്യു, നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ, വെയിലാകുന്നതിന് മുൻപ് നീ പാടത്തൊക്കെ ഒന്ന് ഇറങ്ങി അവിടെയൊക്കെ കണ്ടിട്ട് പോര്. നാട്ടുംപുറത്തിന്റെ ഭംഗി കാണുന്നത് നിനക്ക് സന്തോഷമാകും. സീതാമ്മയും അപ്പോൾ അത് ശരിവെച്ചു. അവൻ അപ്പോൾ പതിയെ പാടത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങി. പുറത്ത് കാവിനടുത്ത് കേശവൻ നിൽപ്പുണ്ടാകും. കൂട്ടിന് കേശവനെ കൂടെ കൂട്ടിക്കോട്ടോ, അവൻ നിന്റെ ഒപ്പം വന്നോളും, മുത്തശ്ശി വിളിച്ചു പറഞ്ഞു. അഭിമന്യു ഒന്ന് ചിരിച്ചു. അവിടെ പുറംപണിക്ക് വരുന്ന കേശവേട്ടൻ അവനെ പാടം കാണിക്കാനും മറ്റുമായി അവനൊപ്പം ചെന്നു. പച്ചപ്പട്ട് വിരിച്ച പാടങ്ങൾ, ദൂരെയുള്ള പനനിരകൾ, വയലേലകൾക്കിടയിലൂടെ ഒഴുകുന്ന തോട്, നാട്ടിൻപുറത്തിന്റെ ആ നിഷ്കളങ്കമായ ഭംഗി അവന്റെ മനസ്സിനെ വല്ലാതെ കുളിർപ്പിച്ചു. അമേരിക്കയിലെ കോൺക്രീറ്റ് സിറ്റിയിൽ നിന്ന് വന്ന് മണ്ണിലെ തണുപ്പ് അനുഭവിക്കുമ്പോൾ അവന് വല്ലാത്ത സന്തോഷം തോന്നി. കേശവേട്ടൻ ഓരോ കഥകളും ഓരോ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുമൊക്കെ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അഭിമന്യുവിന്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. ഓരോ പച്ചപ്പിന്റെ നടുവിലും അവൻ തിരയുന്നത് ആ വായാടി പെണ്ണിന്റെ മുഖമായിരുന്നു. തിരികെ വന്ന് ഉച്ചഭക്ഷണത്തിനിരിക്കുമ്പോൾ തറവാട്ടിലെ വലിയ ഊണുമുറിയിൽ അഭിമന്യുവും സീതാമ്മയും മുത്തശ്ശിയും മാത്രമായിരുന്നു. ജോലിക്ക് വരുന്ന സ്ത്രീ അവർക്ക് ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ ഓരോ തവണയും അടുക്കളയുടെ വാതിലിനടുത്തേക്ക് നീണ്ടു. അവളെവിടെ? അവൾ ഭക്ഷണം കഴിച്ചോ? അവളുടെ പ്രസരിപ്പുള്ള ശബ്ദം കേൾക്കാത്തത് അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സീതാമ്മ അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശിയോട് ചോദിച്ചു. അമ്മേ, ആ കൃഷ്ണക്കുട്ടിയെ നേരത്തെ ഒരു നോട്ടം കണ്ടതാ, പിന്നെ കണ്ടില്ലല്ലോ, ഭക്ഷണം കഴിക്കാനും കണ്ടില്ല. മുത്തശ്ശിയുടെ മുഖത്തപ്പോൾ ഒരു ഗൗരവം നിറഞ്ഞു. അത് അവൾക്ക് തൊട്ടുകൂടാ, പുറത്താ. മുത്തശ്ശി ഒരൽപ്പം താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. ക്ഷേത്രവും കാവുമൊക്കെയുള്ള തറവാടല്ലേ, അതുകൊണ്ട് 3 ദിവസം മാറി നിൽക്കണം. അടുക്കളയ്ക്കടുത്തുള്ള ചെറിയ മുറിയിലാണ് അവളിപ്പോൾ. സീതാമ്മ അപ്പോൾ അത്ഭുതത്തോടെ നോക്കി. 3 ദിവസമോ ഈ കാലത്തും? സീതാമ്മ ചോദിച്ചു. പണ്ടൊക്കെ 5 ആയിരുന്നു, കാലം മാറിയപ്പോ അത് 3 ആക്കി ചുരുക്കിയതാ, മുത്തശ്ശി വിശദീകരിച്ചു. ഇനി എല്ലാം കഴിഞ്ഞ് ശുദ്ധിയായിട്ടേ ഇങ്ങോട്ടൊക്കെ വരൂ. അഭിമന്യുവിന്റെ കാതുകളിൽ അപ്പോൾ ആ വാക്കുകൾ തുളച്ചു കയറി. തൊട്ടുകൂടാ, പുറത്താ. ആ വാക്കുകൾ അവനിൽ അനേകം ചോദ്യങ്ങൾ ഉയർത്തി.
പണ്ടത്തെ ആചാരങ്ങളൊക്കെ സിനിമയിൽ കണ്ടിരിക്കുന്നു, ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടോ? അവൻ അപ്പോൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകി എഴുന്നേറ്റു. അവന്റെ മനസ്സ് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ആരും കാണാതെ അവളെ ഒന്ന് കാണണമെന്ന്. ഭക്ഷണം കഴിഞ്ഞ് സീതാമ്മയും മുത്തശ്ശിയും വിശ്രമിക്കാൻ പോയ സമയം നോക്കി അഭിമന്യു അടുക്കളയുടെ വശത്തേക്ക് നടന്നു. ജോലിക്ക് വരുന്ന ചേച്ചി അപ്പോൾ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അവർ കാണാത്ത രീതിയിൽ അവൻ പതുക്കെ കൃഷ്ണയുടെ മുറിയിലേക്ക് നടന്നു. വാതിലിൽ അവൻ ചെറിയൊരു തട്ട് തട്ടിയതും അകത്തു നിന്ന് ആരാ എന്ന ചോദ്യം വന്നു. ശബ്ദത്തിൽ വല്ലാത്തൊരു ക്ഷീണവും സങ്കടവും. അവൻ അപ്പോൾ പതുക്കെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി വേഗത്തിൽ വാതിൽ അടച്ചു. കൃഷ്ണ അപ്പോൾ മുറിയുടെ മൂലയിലുള്ള കട്ടിലിൽ കിടക്കുകയായിരുന്നു. വാതിൽ അടയ്ക്കുന്ന ശബ്ദം കേട്ടതും അവൾ ഞെട്ടി എഴുന്നേറ്റു. അവനെ കണ്ട് അവളുടെ കണ്ണ് തള്ളി. ഏട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വരാൻ പാടില്ല. ഞാൻ അഭിമന്യു അപ്പോൾ അവളുടെ അടുക്കലേക്ക് നീങ്ങി. അവളുടെ ചുണ്ടിൽ വിരലമർത്തി. അവൻ അവളെ ശാന്തയാക്കി. അവളുടെ കണ്ണുകളിൽ പേടിയും വെപ്രാളവും കലർന്നൊരു തിളക്കമുണ്ടായിരുന്നു. അവൻ അപ്പോൾ അവളെ കട്ടിലിൽ പതുക്കെ പിടിച്ചിരുത്തി. ഞാൻ നിന്നെ കാണാൻ വന്നതാണെന്ന് അറിയാമല്ലോ. കൃഷ്ണയുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞു. എന്തിനാ ഇങ്ങനെ എന്റെ പിറകെ വരുന്നത്? ഇവിടെ ആരെങ്കിലും കണ്ടാൽ, മുത്തശ്ശി അറിഞ്ഞാൽ? അവളുടെ ശബ്ദമിടറി. അഭിമന്യു അപ്പോൾ അവളുടെ മുഖത്ത് നോക്കി വല്ലാത്തൊരു വാത്സല്യത്തോടെ പറഞ്ഞു. ഇഷ്ടമുണ്ടായിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ എന്റെ കൂടെ വരണം കൃഷ്ണ. ഞാൻ നിന്നെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോകും. അമേരിക്കയിലോ? അവൾ അപ്പോൾ അത്ഭുതം കലർന്ന സംശയത്തോടെ നോക്കി. അതെ കൃഷ്ണ, എനിക്ക് മുത്തശ്ശിയോടും അമ്മയോടും സംസാരിക്കണം. അമ്മയെ എനിക്കറിയാം, അമ്മ എന്നെ മനസ്സിലാക്കും. ഞാൻ പറയാൻ പോവുകയാണ്, നിന്നെ എനിക്കിഷ്ടമാണെന്ന്. അവരെന്താ പറയുന്നതെന്ന് നോക്കട്ടെ. അവൻ അത് പറഞ്ഞ് അവളുടെ കൈകൾ ചേർത്തു പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂകി. സ്നേഹത്തിന്റെ ആ വല്ലാത്ത ആഴം അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതുവരെ തന്റെ ഇടത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് ഉള്ളിൽ ഒളിപ്പിച്ച എല്ലാ വേദനകൾക്കും മുന്നിൽ അവന്റെ വാക്കുകൾ അവൾക്ക് വല്ലാത്തൊരാശ്വാസം നൽകി. വയറുവേദനയുണ്ടോ? അവൻ അപ്പോൾ പതുക്കെ ചോദിച്ചു. ശേഷം അവളുടെ വയറിൽ അവൻ അവന്റെ കൈവച്ചു. ആ സ്പർശനത്തിൽ വാത്സല്യവും കരുതലും ഉണ്ടായിരുന്നു. അവന്റെ സാന്നിധ്യവും കരുതലും സ്പർശനവും ഒക്കെ അവളിൽ വല്ലാത്ത സന്തോഷവും ആശ്വാസവും നിറച്ചു. അവൾ അപ്പോൾ പതുക്കെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പക്ഷേ പെട്ടെന്ന് അവൾക്കൊരു ഓർമ്മ വന്നു. ഏട്ടാ, ഇപ്പോ ഈ സമയത്ത് എനിക്ക് ആരെയും തൊട്ടുകൂടാ എന്നാ? എന്നെ തൊട്ടിട്ട് കുളിക്കാതെ കാവിനടുത്തേക്കൊന്നും പോകരുത്, അവൾ ഭയത്തോടെ പറഞ്ഞു. അഭിമന്യു അപ്പോൾ അവളെ ഒന്നുകൂടെ അവന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. അവളുടെ തലമുടിയിൽ പതുക്കെ തലോടി. നിന്നോട് ഈ മണ്ടത്തരമൊക്കെ ആരാ പറഞ്ഞത്? അവന്റെ ശബ്ദം മൃദുവായിരുന്നു. കൃഷ്ണ, ഞാൻ ഈ തൊട്ടുകൂടായ്മയിലോ അനാചാരങ്ങളിലോ ഒന്നും വിശ്വസിക്കുന്ന ആളല്ല. പീരീഡ്സ് ഈസ് നോർമൽ പ്രോസസ് ഓഫ് എ വുമൺ. ഒരു സ്ത്രീക്ക് നോർമൽ ആയിട്ടുണ്ടാകുന്ന കാര്യമാണ് ഇത്, അത്രയേ ഉള്ളൂ. അവന്റെ വാക്കുകൾ അവളിൽ വല്ലാത്തൊരു ആത്മവിശ്വാസവും പുതിയൊരു കാഴ്ചപ്പാടും നിറച്ചു. എന്തൊക്കെയോ ഒരു പ്രത്യേകത അവനിലുള്ളതായി അവൾക്ക് തോന്നി. താൻ ഇതുവരെ കഴിഞ്ഞിരുന്ന ലോകത്തിനപ്പുറം അവൻ പുതിയൊരു ലോകം അവളെ കാണിക്കുകയായിരുന്നു. അവൾ അവന്റെ നെഞ്ചിൽ കിടന്ന് കുറെ നേരം നിശബ്ദയായിരുന്നു. ശേഷം അവളുടെ സങ്കടങ്ങൾ ഓരോന്നായി പുറത്തു വന്നു. അഭിമന്യു അപ്പോൾ അവളോട് പതുക്കെ ചോദിച്ചു, നിന്റെ ഏട്ടൻ ജയിലിലായിട്ട് കുറെ കാലമായോ? അവൾ അപ്പോൾ തലയാട്ടി. കുറച്ചായി. ശിക്ഷ കഴിയാറായി. ശിക്ഷ കഴിഞ്ഞാൽ എന്നെ തിരക്കി വരും. ഏട്ടന്റെ കൂട്ടുകാരനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന വാശിയിലാ ഏട്ടൻ. അവളുടെ ശബ്ദം പേടിയാൽ വിറച്ചു. നിനക്ക് അത്രയ്ക്ക് പേടിയാണോ ഏട്ടനെ? അഭിമന്യു ചോദിച്ചു. എനിക്ക് പേടിയാ. ഏട്ടനെ മാത്രമല്ല, എന്നെ കെട്ടാൻ നടക്കുന്ന ഏട്ടന്റെ കൂട്ടുകാരനെയും. രണ്ടാളും നല്ലതല്ല, ചീത്തയാ. എല്ലാ കൊള്ളരുതായ്മകളും അവരുടെ കയ്യിലുണ്ട്. അവൾ അവന്റെ നെഞ്ചിൽ കൂടുതൽ ചേർന്ന് കിടന്നു. അഭിമന്യു അപ്പോൾ അവളെ കൂടുതൽ കരുതലോടെ അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ വിറയ്ക്കുന്ന കൈകൾ തന്റെ കൈകൾക്കുള്ളിലാക്കി അവൻ പതുക്കെ അമർത്തി. അവളുടെ കണ്ണുകളിലെ ഭയവും സങ്കടവും അവനെ അത്രമേൽ വേദനിപ്പിച്ചിരുന്നു. ഒന്നും പേടിക്കണ്ട കൃഷ്ണ, ഞാനുണ്ട് നിന്റെ കൂടെ. അവന്റെ ശബ്ദം വല്ലാത്തൊരു ഉറപ്പോടെ ആ മുറിയിൽ മുഴങ്ങി. എനിക്കെന്തോ നിന്നെ ആദ്യമായി കണ്ടപ്പോൾ മുതൽ വല്ലാത്തൊരിഷ്ടം തോന്നിയിരുന്നു. ഇപ്പോൾ നിന്റെ ജീവിതത്തിലെ ഈ പ്രയാസങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ആ ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. എന്റെ കഥ നിനക്കറിയാമോ? അവൻ ഒരു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഇവിടുത്തെ മുത്തശ്ശിയുടെ കാരുണ്യം കൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് പപ്പയെ പോലെ ഒരാളെ കിട്ടിയതും ഞാനൊക്കെ ഇന്ന് ഈ നിലയിലെത്തിയതുമെല്ലാം. അല്ലായിരുന്നെങ്കിൽ ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാരനെയും പോലെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവനായിരുന്നു ഞാനും. ഇന്ന് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ മുത്തശ്ശിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതൊന്നും എൻ്റെ നേട്ടമായി ഞാൻ കാണുന്നില്ല. എനിക്ക് നിന്നെ അത്രമേൽ ഇഷ്ടമാണ് കൃഷ്ണ.
നിന്റെ കണ്ണ് നനയിക്കാതെ ഞാൻ നോക്കിക്കോളാം. അവന്റെ വാക്കുകൾ കേട്ടതും കൃഷ്ണയുടെ ഉള്ളിലെ സങ്കടത്തിന്റെ അണക്കെട്ട് പൊട്ടി. ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളുടെ ദേഹം അവന്റെ ദേഹത്തോടൊട്ടിച്ചേർന്നു. പീരീഡ്സിന്റെ ആ ശാരീരിക അസ്വസ്ഥതകളോ അശുദ്ധിയോ ഒന്നും തന്നെ അവർക്കിടയിൽ തടസ്സമായില്ല. അഭിമന്യു അപ്പോൾ അവളെ വല്ലാതെ വാരിപ്പുണർന്നു. ആ മുറിയിൽ അപ്പോൾ അവന്റെ ആലിംഗനവും ചുംബനങ്ങളും നിശബ്ദതയും മാത്രം പടർന്നു. പെട്ടെന്നാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഉമ്മറത്ത് നിന്ന് കേശവേട്ടന്റെ കിതപ്പും വെപ്രാളവും കലർന്ന ശബ്ദം കേട്ടത്. സാവിത്രിയമ്മേ, ഒന്ന് വേഗം വന്നേ. കേശവേട്ടന്റെ വിളിയിൽ വല്ലാത്തൊരു അപകട സൂചനയുണ്ടായിരുന്നു. സാവിത്രി മുത്തശ്ശിയും സീതാമ്മയും അപ്പോൾ പരിഭ്രമത്തോടെ ഉമ്മറത്തേക്കോടി. എന്താ കേശവ, എന്തു പറ്റി ഇത്ര വെപ്രാളപ്പെടാൻ? മുത്തശ്ശി ചോദിച്ചു. നമ്മുടെ കൃഷ്ണയുടെ ആങ്ങളച്ചക്കൻ, അവൻ ജയിലിൽ നിന്ന് പരോളിന് ഇറങ്ങിയിട്ടുണ്ട്. കൃഷ്ണ എവിടെയാണെന്ന് അവൻ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടത്രേ. ആരോ അവനോട് പറഞ്ഞു അവൾ ഇവിടെ ഈ തറവാട്ടിലുണ്ടെന്ന്. അവളെ വീട്ടിലേക്ക് പിടിച്ചുകൊണ്ടു പോകാൻ അവൻ ആകെ കലിപ്പിലാണ് ഇങ്ങോട്ട് വരുന്നതെന്ന്. വല്ല പ്രശ്നവും ഉണ്ടാകുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. കേശവേട്ടൻ പറഞ്ഞു നിർത്തിയപ്പോൾ മുത്തശ്ശിയുടെ മുഖം വിളറി. ദൈവമേ, അവൻ അറിഞ്ഞോ? എന്റെ പെണ്ണിനെ അവൻ ഇവിടെ വന്ന് ഉപദ്രവിക്കുമോ? ബലമായി പിടിച്ചോണ്ടു പോകുമോ? മുത്തശ്ശിയുടെ സ്വരം ഭയം കൊണ്ടിടറി. അറിയില്ല, അവൻ ആകെ ദേഷ്യത്തിലാണ്. ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കേട്ടത്. മുത്തശ്ശി ആകെ വിഷമത്തോടെ അപ്പോൾ സീതാമ്മയുടെ മുഖത്തേക്ക് നോക്കി. സീതേ, നമുക്കൊരു കാര്യം ചെയ്താലോ? നിങ്ങൾ വന്ന കാറില്ലേ? ബുദ്ധിമുട്ടാണെങ്കിലും എന്നെയും കൃഷ്ണയെയും കുറച്ചു ദിവസത്തേക്ക് എറണാകുളത്ത് മാധവന്റെ വീട്ടിൽ ഒന്ന് കൊണ്ടുപോയി ആക്കാമോ? ഈ പെണ്ണിനെയും വെച്ച് ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നാൽ അവൻ വന്ന് വല്ല അനാവശ്യവും കാട്ടിയാൽ എനിക്ക് തടയാനാവില്ല. മുത്തശ്ശിയുടെ വെപ്രാളം കണ്ടപ്പോൾ സീതാമ്മയ്ക്ക് സങ്കടം തോന്നി. മുത്തശ്ശി വിഷമിക്കണ്ട, ഞാൻ അബിയോടൊന്ന് ചോദിക്കട്ടെ. സീതാമ്മ വേഗത്തിൽ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. അബി മോനെ, ഒന്ന് വേഗം വന്നേ. അമ്മയുടെ ആ വിളി കേട്ടപ്പോൾ കൃഷ്ണയെ വാരിപ്പുണർന്നിരിക്കുകയായിരുന്ന അഭിമന്യു പെട്ടെന്ന് അവളിലെ അവന്റെ പിടുത്തം വിട്ടു. അമ്മ വിളിക്കുന്നു, എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു, ഞാൻ ഇപ്പൊ വരാം എന്ന് അവളോട് പറഞ്ഞ് അവൻ വേഗത്തിൽ ഉമ്മറത്തേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ മുത്തശ്ശിയും അമ്മയും അവനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അബി, കൃഷ്ണയുടെ ആങ്ങള വരുന്നുണ്ടത്രേ. മുത്തശ്ശി ആകെ പേടിച്ചിരിക്കുകയാണ്. നമുക്ക് മുത്തശ്ശിയെയും കൃഷ്ണയെയും എറണാകുളത്ത് മാധവേട്ടന്റെ വീട്ടിൽ ഒന്ന് കൊണ്ടുപോയി വിട്ടാലോ? അമ്മ അവനോട് ചോദിച്ചു. അത് കേട്ടതും അഭിമന്യു ഒന്ന് ഷോക്കായി. ശേഷം അവൻ അല്പനേരം ആലോചിച്ചു. അവന്റെ കണ്ണുകളിൽ ഒരു ഉറച്ച തീരുമാനം മിന്നി മറഞ്ഞു. അമ്മേ, മുത്തശ്ശിയെ നമുക്ക് എറണാകുളത്ത് മുത്തശ്ശിയുടെ മോന്റെ അടുത്ത് കൊണ്ടുപോയി വിടാം. അവിടെ പോയി നിൽക്കണമെന്ന് മുത്തശ്ശിയും ഏറെ നാളായി ആഗ്രഹിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? പക്ഷേ കൃഷ്ണയുടെ കാര്യം, അതിന് മാധവേട്ടന്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ലമ്മേ. അവളെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. മുത്തശ്ശിയും സീതാമ്മയും അപ്പോൾ അത്ഭുതത്തോടെ അവനെ നോക്കി. നീ എന്തായി പറയുന്നത് മോനെ? മുത്തശ്ശി ചോദിച്ചു. അഭിമന്യു അപ്പോൾ മുത്തശ്ശിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. മുത്തശ്ശി, എന്റെ അമ്മയ്ക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത് മുത്തശ്ശിയാണ്. അന്ന് മുത്തശ്ശി കാണിച്ച ആ കരുണ കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത്. അതുപോലെ മുത്തശ്ശിയുടെ കൃഷ്ണയെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കോളാം. അവളെ ഞാൻ വിവാഹം കഴിച്ചോളാം. എന്റെ കൂടെ അവൾ സുരക്ഷിതയായിരിക്കും. മുത്തശ്ശി അപ്പോൾ കേട്ടത് വിശ്വസിക്കാനാവാതെ അവനെ നോക്കി. സത്യമാണോ കുട്ടി നീ പറയുന്നത്? മുത്തശ്ശി ചോദിച്ചു. അതെ മുത്തശ്ശി, എനിക്ക് അവളെ ഇഷ്ടമാണ്. അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. മുത്തശ്ശിയുടെ കണ്ണുകളിൽ നിന്നപ്പോൾ ആനന്ദ കണ്ണുനീർ ഒഴുകി. അവർ അവന്റെ മുന്നിൽ അറിയാതെ കൈകൂപ്പിപ്പോയി. അബി അപ്പോൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അമ്മയുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷമായിരുന്നു. അമ്മ ഒന്നും പറയാതെ അവനോട് തലയാട്ടി. ഉടനെ അവർ കൃഷ്ണയെ അങ്ങോട്ട് വിളിച്ചു. മുത്തശ്ശിക്കരികിലേക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൾ അല്പം മാറി വാതിൽക്കൽ വന്നു നിന്നു. തൊട്ടുകൂടായ്മയുടെ സമയമായതുകൊണ്ട് അവൾ എല്ലാവരിൽ നിന്നും അല്പം മാറി നിന്നാണ് സംസാരിച്ചത്. മുത്തശ്ശി അപ്പോൾ അവളോട് കാര്യം പറഞ്ഞു. തന്റെ ആങ്ങള വരുന്നുണ്ടെന്ന വാർത്ത കേട്ടപ്പോൾ അവൾ ആകെ ഭയന്നു വിറച്ചു. പക്ഷേ അഭിമന്യു എല്ലാവരും നോക്കി നിൽക്കെ അവളുടെ അരികിലേക്ക് ചെന്നു. അവളുടെ വിറയ്ക്കുന്ന കൈകൾ പിടിച്ച് അവൾക്ക് കരുത്തായി അവൻ കൂടെ നിന്നു. അവൾ അപ്പോൾ തന്നെ തൊടാൻ പാടില്ല, പുറത്താണ് എന്ന ഭാവത്തിൽ ഒരൽപ്പം നീങ്ങി നിന്നു. അഭിമന്യു അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മുത്തശ്ശി, ഇവളെ തൊട്ടുകൂടാ എന്ന് മുത്തശ്ശി പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ ഞാൻ ഈ അനാചാരങ്ങളിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവളെ ചേർത്ത് പിടിക്കുന്നു. ഇവൾ എന്റെ പെണ്ണാണ്. ഇനി മുതൽ ഇവൾക്ക് ആരെയും പേടിക്കേണ്ടി വരില്ല. ഒരിക്കലും ഞാൻ ഇവളെ കൈവിടില്ല. മുത്തശ്ശിയും സീതാമ്മയും അപ്പോൾ അവന്റെ പ്രണയത്തിന്റെ ആഴം കണ്ട് സന്തോഷത്തോടെ അവനെ നോക്കി. അമ്മയ്ക്കിതിൽ സമ്മതമല്ലേ? അഭിമന്യു ചോദിച്ചപ്പോൾ എനിക്കെന്താ മോനെ സമ്മതക്കുറവ്? നിന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം എന്ന് പറഞ്ഞ് സീതാമ്മ അവരെ അനുഗ്രഹിച്ചു. പെട്ടെന്ന് തന്നെ അവരിറങ്ങാൻ തീരുമാനിച്ചു. സാധനങ്ങളെല്ലാം വേഗത്തിൽ കാറിൽ കയറ്റി. അഭിമന്യുവിന്റെ ലക്ഷറി കാർ മുറ്റത്ത് സ്റ്റാർട്ടായി.
മുത്തശ്ശിയെ കൂടെ കൂട്ടണമെന്നുണ്ടായിരുന്നു അവന്. പക്ഷേ അത്ര ദൂരം മുത്തശ്ശിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് മുത്തശ്ശിയെ പോകുന്ന വഴിയിൽ എറണാകുളത്ത് ഇറക്കാമെന്നും കൃഷ്ണയെ തന്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാമെന്നും അവൻ ഉറപ്പിച്ചു. അഭിമന്യുവിന്റെ കാർ മനയുടെ പടിപ്പുര കടന്ന് മെയിൻ റോഡിലേക്ക് ആഞ്ഞു പിടിച്ചു. കാറിന്റെ AC-യുടെ തണുപ്പിലും കൃഷ്ണയുടെ നെഞ്ച് ഭയം കൊണ്ട് പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് റോഡിന്റെ എതിർദിശയിൽ നിന്ന് ഒരു ബൈക്ക് അതിവേഗത്തിൽ വരുന്നത് അവർ കണ്ടത്. ബൈക്കിൽ അവളുടെ ആങ്ങളെയും ക്രിമിനലായ കൂട്ടുകാരനുമായിരുന്നു. കൃഷ്ണയുടെ കണ്ണുകൾ തള്ളി. അവൾ സീറ്റിലേക്ക് ഒന്നുകൂടി ഒതുങ്ങിയിരുന്നു. അഭിയേട്ടാ, അതവരാണ്, എന്റെ ഏട്ടനും കൂട്ടുകാരനും. അവർ തറവാട്ടിലേക്കാണ് പോകുന്നത്, കൃഷ്ണ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. അഭി അപ്പോൾ പിന്നിലേക്കൊന്നു നോക്കി. ബൈക്ക് മനയുടെ മുറ്റത്തേക്ക് തിരിയുന്നത് അവൻ കണ്ടു. അഭിമന്യു അപ്പോൾ ഡ്രൈവിങ്ങിനിടയിൽ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിൽ വല്ലാത്തൊരാത്മവിശ്വാസമുണ്ടായിരുന്നു. സീതാമ്മ അപ്പോൾ അവളെ നോക്കി. പേടിക്കേണ്ട കൃഷ്ണ, അവരവിടെ എത്തുമ്പോഴേക്കും നീ സേഫായില്ലേ? ഇത് ദൈവനിയോഗമാണ് മോളെ. ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ മുത്തശ്ശിക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ നിന്റെ ജീവിതം ഒരുപക്ഷെ കൈവിട്ടു പോയേനെ. സീതാമ്മ അവളുടെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. അത് കേട്ടപ്പോൾ മുത്തശ്ശി സീറ്റിലിരുന്ന് കണ്ണുകൾ അടച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. അഭിമന്യു അപ്പോൾ ഇടക്കണ്ണിലൂടെ കൃഷ്ണയെ ഒന്ന് നോക്കി. മുത്തശ്ശി, അവൻ പതുക്കെ വിളിച്ചു. മുത്തശ്ശി വിചാരിക്കുന്നത് പോലെ പീരിയഡ്സ് ആണെന്ന് കരുതി ഒരാളെ തൊട്ടതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ലാട്ടോ. ഇനി ഇവളെ കാണണമെങ്കിൽ ഇപ്പോൾ ഒന്നും പറ്റില്ല. മുത്തശ്ശി വേണമെങ്കിൽ ഒന്നവളെ തൊട്ടോളൂ ട്ടോ. ദൈവങ്ങള് കണ്ണടച്ചോളും. അഭിമന്യു ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ മുത്തശ്ശി അവനെ തന്നെ ഒന്ന് നോക്കി. സ്നേഹത്തിന് അശുദ്ധിയില്ലാട്ടോ മുത്തശ്ശി, അവൻ വീണ്ടും പറഞ്ഞു. അഭിമന്യുവിന്റെ ആ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതുവരെ തന്റെ പ്രാണനായി അരികിലുണ്ടായിരുന്ന അവളെ ഇനി പെട്ടെന്ന് കാണാൻ കഴിയില്ല എന്നറിയാമെങ്കിലും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എന്ന സന്തോഷം മുത്തശ്ശിക്കുണ്ടായിരുന്നു. സ്നേഹത്തോടെ മുത്തശ്ശി അപ്പോൾ അവളുടെ തലയിൽ ഒന്ന് തലോടി. കൃഷ്ണയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റു വീണു. കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ആചാരങ്ങളുടെ കാർക്കശ്യം അവന്റെ സ്നേഹത്തിനു മുന്നിൽ അലിഞ്ഞില്ലാതാകുന്നത് മുത്തശ്ശി അറിഞ്ഞു. അവര് പതുക്കെ ഒന്നുകൂടെ കൈനീട്ടി കൃഷ്ണയുടെ തലയിൽ തലോടി. അവൾ അപ്പോൾ ആശ്വാസത്തോടെ മുത്തശ്ശിയുടെ മടിയിലേക്ക് തല ചായ്ച്ചു. ആ വണ്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുമ്പോൾ മനയിൽ അവളെ പിടിച്ചുകൊണ്ടു പോകാനുള്ള അവളുടെ ആങ്ങളയുടെ ദേഷ്യവും വാശിയും ആരും കേൾക്കാനില്ലാതെ അവിടെ തന്നെ ഒതുങ്ങുകയായിരുന്നു. മാസങ്ങൾക്ക് ശേഷം അമേരിക്കൻ നഗരത്തിലെ ആകാശചുംബിയായ ആഡംബര ഫ്ലാറ്റ്. ശാന്തമായ രാത്രി. ജനാലയിലൂടെ നോക്കിയാൽ നഗരത്തിലെ വെളിച്ചങ്ങൾ ഒരു വർണ്ണാഭമായ സ്വപ്നം പോലെ തോന്നും. പുറത്ത് മഞ്ഞു വീഴുന്ന തണുപ്പായിരുന്നെങ്കിലും മുറിക്കുള്ളിൽ പ്രണയത്തിന്റെ ചൂട് പടർന്നു തുടങ്ങിയിരുന്നു. കുളി കഴിഞ്ഞ് മുടി തോർത്തി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു കൃഷ്ണ. പെട്ടെന്ന് വാതിൽ തുറന്ന അഭിമന്യു അകത്തേക്ക് വന്നു. അവന്റെ കണ്ണുകളിൽ കുസൃതിയും പ്രണയവും ഒരുപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവൻ അവളെ നോക്കി നിന്നു. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവളെ വാരിയെടുത്ത് അരികിലെ ആ വലിയ കട്ടിലിലേക്ക് പതുക്കെ എറിഞ്ഞു. അയ്യോ ഏട്ടാ, അവൾ ചിരിച്ചുകൊണ്ട് നിലവിളിച്ചു. അവൻ വേഗത്തിൽ അപ്പോൾ കട്ടിലിലേക്ക് ചാടി അവളുടെ അരികിലെത്തി. അവൾ അവനിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ വിട്ടില്ല. കട്ടിലിൽ അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു മറിഞ്ഞു. അവളുടെ ആ പഴയ പൊട്ടിച്ചിരി മുറിയിലാകെ മുഴങ്ങി. കൃഷ്ണയ്ക്ക് ഇന്നും അതൊരത്ഭുതമാണ്. തറവാട്ടിലെ ആ ഇടുങ്ങിയ മുറിയിൽ നിന്ന് തന്നെ മോചിപ്പിച്ച് ഈ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച തന്റെ പ്രിയപ്പെട്ടവനെ അവൾ ആരാധനയോടെ നോക്കി. കുറെ നേരം ആ കട്ടിലിൽ അവർ കൊച്ചുകുട്ടികളെ പോലെ കളിച്ചു. ഒടുവിൽ കിതപ്പോടെ അവൻ അവളെ തനിക്ക് താഴെയാക്കി കിടത്തി. അവളുടെ ആ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി അവൻ മന്ത്രിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പഴയ നാട്ടിൻപുറത്തിന്റെ ഇടവഴിയിൽ സൈക്കിളുമായി നിന്ന് എന്റെ കാറിന് മുന്നിൽ വായ്ത്താളം കാണിച്ച ആ പഴയ കുറുമ്പിയെ. അന്ന് നീ എന്നെ നോക്കി കണ്ണുരുട്ടിയപ്പോളെ എനിക്ക് തോന്നിയിരുന്നു ഈ വായാടിപ്പെണ്ണ് എന്റെ ഉറക്കം കളയുമെന്ന്. അത് പറഞ്ഞ അഭിമന്യു അവളെ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. അഭിമന്യു പതുക്കെ അവളുടെ അതരങ്ങളിൽ തന്റെ അതരങ്ങൾ ചേർത്തു. ആ ചുംബനത്തിൽ അവളോടുള്ള അവന്റെ എല്ലാ സ്നേഹവും ഉണ്ടായിരുന്നു. പിന്നീട് ആ രാത്രി സാക്ഷിയായത് പ്രണയത്തിന്റെ ഉന്മാദത്തിനായിരുന്നു. അഭിമന്യുവിന്റെ കരുത്താർന്ന കൈകൾ അവളിലേക്ക് പടർന്നപ്പോൾ അവൾ സർവവും മറന്ന് അവനിൽ അലിഞ്ഞു ചേർന്നു. ശരീരവും ആത്മാവും ഒന്നായി മാറിയ ആ നിമിഷങ്ങളിൽ തടസ്സങ്ങളോ ഭയമോ ഒന്നുമില്ലാത്തൊരു പുതിയ ലോകം അവർ തീർത്തു. വിധിയുടെ എല്ലാ വിളയാട്ടങ്ങളെയും തോൽപ്പിച്ച് ആ കലിപ്പനായ അമേരിക്കക്കാരനും കോവിലകത്തെ വായാടിയും അവരുടെ കിനാവിന്റെ തീരത്ത് ഇനി മുതൽ ഒരുമിച്ചാണ്.